السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهدي الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وإما يأتينكم مني هدى فمن تبع هداي فلا خوف عليهم ولا هم يحزنون. വേദിയിലുള്ള ബഹുമാന്യനായ അധ്യക്ഷൻ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് പി കെ അഷ്റഫ് സുല്ലമി, വേദിയിലുള്ള മറ്റു സംഘടനാ സാരഥികളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, ഈ ഒരു ശബ്ദത്തിൻ്റെ അടുത്തും അകലെയുമൊക്കെയായി ഈ പ്രഭാഷണം ഈ തിരക്ക് പിടിച്ച അങ്ങാടിയിൽ വെച്ചുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാടാനപ്പള്ളിയിലെ നല്ലവരായ നാട്ടുകാരെ, വ്യത്യസ്തമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ അങ്ങാടിയിലേക്ക് വന്ന യാത്രക്കാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വേദിയിൽ എത്തിച്ചേരുവാനും അതിന് സാക്ഷികളാകുവാനുമുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാ. അള്ളാഹു നമ്മളിൽ നിന്ന് ഇത് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ആദ്യം ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരോടും ഒരു വാക്ക് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇതുപോലെയുള്ള ഒരു തിരക്ക് പിടിച്ച അങ്ങാടിയിൽ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ വ്യത്യസ്തമായ മാനസികാവസ്ഥയായിരിക്കും കേൾക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുക. ഈ ശബ്ദം സ്പീക്കറിൽ കേൾക്കുമ്പോൾ പെട്ടെന്ന് ഈ വേദിയിലേക്കൊന്ന് നോക്കും, എന്താണ് പരിപാടി, ആരാണ് നടത്തുന്നത് എന്ന് സ്വാഭാവികമായിട്ടൊന്ന് നോക്കും. ചില ആളുകളെങ്കിലും അല്പസമയം ഇത് കേട്ട് നിൽക്കുന്നുണ്ടാവും. അത് കേൾക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് എന്ത് പരിപാടിയാണ്, ആരുടെ പരിപാടിയാണ് എന്ന് മനസ്സിലാക്കി എന്നിട്ട് വേണമെങ്കിൽ തുടരാം, അല്ലെങ്കിൽ പോകാം എന്ന നിലക്കായി അങ്ങനെയായിരിക്കും പൊതുവെ അങ്ങാടികളിലുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്. എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങൾ അങ്ങനെ പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കാതെ ഈ പ്രോഗ്രാം തീർച്ചയായും അല്പസമയം ഇത് കേട്ട് നിൽക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടും കുടുംബപരമായിട്ടും നിങ്ങളുടെ സാമൂഹ്യ ജീവിതത്തിലും നിങ്ങളുടെ ജോലി രംഗത്തും നിങ്ങളുടെ കുടുംബ രംഗത്തും കുട്ടികളെ വളർത്തുന്നതിലും മൊത്തത്തിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു കൃത്യമായ കാഴ്ചപ്പാട് നിങ്ങൾക്ക് ലഭിക്കാൻ ഇൻഷാ അല്ലാഹ് അള്ളാഹു അനുഗ്രഹിക്കുകയാണെങ്കിൽ ഈ കുറഞ്ഞ സമയമുള്ള സംസാരത്തിലൂടെ കഴിയും. അതിനുവേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേകമായ ശ്രദ്ധ ഇവിടെ ഉണ്ടാകണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഇന്ന് കേരളം കടന്നു പോകുന്നത് ഒരു വലിയ തെരഞ്ഞെടുപ്പിന് ശേഷം ഇനി അടുത്ത നമ്മുടെ കേരള സംസ്ഥാനത്ത് നയിക്കാനുള്ള മുഖ്യമന്ത്രി ആരാണ് എന്ന്
അറിയാനുള്ള ആഗ്രഹം ഇന്ന് കേരള ജനതക്കുണ്ട്. സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാലും ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് പോലും ചിലരെങ്കിലും സാധാരണ വൈകുന്നേര സമയത്ത് നോമ്പിൻ്റെയും പെരുന്നാളിൻ്റെയും സമയമാകുമ്പോൾ മാസം കണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെ മുഖ്യമന്ത്രി തീരുമാനമായോ എന്ന് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ സമയത്ത് പോലും നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടാവും. ഒരു പക്ഷേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ പോലും ഇപ്പോൾ ആ വാർത്തയുടെ കാർഡുകളായിരിക്കും കണ്ടു നോക്കുക. കാരണം ഇന്ന് ഒരു 6 മണിയോടുകൂടി ഹൈക്കമാൻഡിൽ നിന്നും കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രി ആരാണ് എന്ന പ്രഖ്യാപനമുണ്ടാകും എന്ന വാർത്തയാണ് ഇതുവരെയും നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ തീരുമാനം എന്തായി എന്ന് അറിയാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുണ്ടാവും. ഈ ഇരിക്കുന്ന കൂട്ടത്തിലുള്ള ആളുകൾ ചിലപ്പോൾ എന്തായി എന്നുള്ള അറിയാത്തവരും ഉണ്ടാവും. അപ്പോൾ ആ വക മാനസിക ബുദ്ധിമുട്ടുകൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർക്കാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ റിസൾട്ട് പറയാം. ഒന്നും ആയിട്ടില്ല, അത് തീരുമാനമായിട്ടില്ല, ചർച്ച നടക്കുന്നു, എല്ലാവരും ഒറ്റക്കെട്ടായി തീരുമാനമെടുക്കും എന്ന വാർത്താ വിശകലനമാണ് ഇപ്പോൾ അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ ഡൽഹിയിൽ നിന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഈ വേദിയിലേക്ക് കയറുന്നതിന് മുമ്പ് ആ വാർത്തയൊന്ന് നോക്കിയിരുന്നു. അപ്പോൾ അതിലങ്ങനെയാണുള്ളത്. അപ്പോൾ ഏതായാലും നമുക്ക് നമ്മുടെ രാജ്യത്തിന് നല്ലൊരു ഗവൺമെൻറ്, അതോടൊപ്പം തന്നെ അതിന് നയിക്കാൻ നല്ലൊരു നായകൻ വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം, ആശംസിക്കാം. നമുക്ക് റോഡ് വികസനം, അതുപോലെയുള്ള ഭൗതിക സൗകര്യങ്ങൾ, ആശുപത്രികൾ, വിദ്യാലയങ്ങൾ, ഇങ്ങനെ മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതത്തിന് അനിവാര്യമായ ഒട്ടനവധി സൗകര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നമുക്ക് അത്യാവശ്യമാണ്. അതൊരു ഭരണകൂടം നമുക്ക് ഒരുക്കി തരിക എന്നത് അത്യന്തം അനിവാര്യമായ ഒരു കാര്യമാണ്. എന്നാൽ ഈ റോഡ് ഉപയോഗിക്കേണ്ടത് ആരാണ്? ഈ വിദ്യാലയങ്ങളിൽ പഠിക്കേണ്ടത് ആരാണ്? ഈ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കേണ്ടത് ആരാണ്? നമ്മുടെ ഭൗതികമായ സൗകര്യങ്ങൾ ഉപയോഗിക്കേണ്ടത് ആരാണ്? അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ സൗകര്യങ്ങൾ ഉപയോഗിക്കേണ്ടത് ആരാണ്? ഈ ഭൗതിക സൗകര്യങ്ങൾ ഏത് നോക്കിയാലും അത് ഉപയോഗിക്കേണ്ടവർ ആരാണ് എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ ചോദ്യങ്ങൾ പലതാണെങ്കിലും ഉത്തരം ഒന്നാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് ആനക്ക് വേണ്ടിയല്ല, മറ്റേതെങ്കിലും ജീവജാലങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം അവസാനിക്കുന്നത് മനുഷ്യന് വേണ്ടി എന്നതാണ്. ആ മനുഷ്യനുള്ള ഒരു നല്ലൊരു വെൽബീയിങ് ഉണ്ടാവുക, അവന് നല്ലൊരു സാമൂഹ്യ ജീവിതം ഉണ്ടാവുക എന്നതാണ് എല്ലാവരും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം മറ്റു ജീവജാലങ്ങൾക്കും ഒരു പരിസ്ഥിതി സൗഹൃദമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്നത് വിശാലമായ ഒരു ആശയം തന്നെയാണ്. അഥവാ ഭൗതിക സൗകര്യങ്ങൾ എത്രമേൽ വളർന്നു വന്നാലും ഉണ്ടായി വന്നാലും അതെല്ലാം തന്നെ നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുന്ന മനുഷ്യന്റെ മനസ്സ് നന്നാവുന്നതിലൂടെ മാത്രമേ റോഡുണ്ടായതുകൊണ്ട് കാര്യമുള്ളൂ, ഗതാഗത സൗകര്യങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുകയുള്ളൂ. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ വിദ്യാലയങ്ങളാകട്ടെ, ഹോസ്പിറ്റലുകളാകട്ടെ, മറ്റോ ഓഫീസുകളാകട്ടെ, സംവിധാനങ്ങളാകട്ടെ, ഇതെല്ലാം മനുഷ്യന് പ്രയോജനപ്പെടണമെന്നുണ്ട് എങ്കിൽ അത് കൈകാര്യം ചെയ്യുന്ന മനുഷ്യന്റെ മനസ്സ് നന്നാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നെന്താ നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ? എല്ലാം ഉണ്ട്, പക്ഷേ എല്ലാം ഉണ്ടായിട്ടും അതിൻ്റെ ഒന്നും പ്രയോജനം ലഭിക്കാത്ത ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പണമെന്നുണ്ട് പല ആളുകൾക്കും, പക്ഷേ പണത്തിന്റെ പ്രയോജനം പലർക്കും വേണ്ടതുപോലെ ലഭിക്കുന്നില്ല. വീടുള്ള ആളുകളാണ് കേരളത്തിൽ കൂടുതലുള്ളത്, പക്ഷേ ആ പല വീടുകൾക്കുള്ളിലും സമാധാനം നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങൾ പഴയ കാലത്തെ അപേക്ഷിച്ചുകൊണ്ട് വലിയ തോതിൽ ഇന്ന് ലോകത്ത് തന്നെ അത് വന്നിട്ടുണ്ട്. അതിന്റെ അനുരണനങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് ഇന്ത്യ രാജ്യത്ത് തന്നെ, നമ്മുടെ കേരള സംസ്ഥാനത്താണ്. പക്ഷേ ശരിയായ ആശയവിനിമയങ്ങൾ പലപ്പോഴും നടക്കുന്നില്ല. പണ്ടുണ്ടായിരുന്ന മാനുഷിക ബന്ധങ്ങൾ, ഈ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ, ഇന്റർനെറ്റിന്റെ സൗകര്യങ്ങൾ വർദ്ധിച്ച കാലഘട്ടങ്ങളിൽ രക്ഷിതാക്കൾ തമ്മിലും അതുപോലെ മക്കൾ തമ്മിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും പഴയതുപോലെയുള്ള ഒരു ഊഷ്മളമായ ബന്ധം ഇന്ന് ഉണ്ടാകുന്നില്ല എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നോക്കൂ നിങ്ങൾ, ഈ വാടാനപ്പള്ളി അങ്ങാടിയിൽ ഇതാ വാഹനങ്ങൾ നിരന്നു നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് അത് ഓടാത്തത്? അത് റോഡില്ലാത്തത് കൊണ്ടല്ല, ഇവിടെ ഗതാഗത കുരുക്കാണ്.
ഈ ഗതാഗതക്കുരുക്ക് കേരളം മുഴുവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എറണാകുളം പോലെയുള്ള മെട്രോപൊളിറ്റൻ സിറ്റികളിൽ നമ്മളത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഹൈവേ വന്നതിന് ശേഷമാണ് ചെറിയൊരു ആശ്വാസം നമുക്കുണ്ടാകുന്നത്. അഥവാ റോഡ് എത്രത്തോളം വികസിക്കുന്നുവോ അതിനനുസരിച്ച് വാഹനങ്ങൾ പെരുകുന്നു, ഗതാഗത കുരുക്കും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അഥവാ റോഡുണ്ട്, വാഹനമുണ്ട്, പക്ഷെ യാത്ര മാത്രം എന്ത് ചെയ്യുന്നില്ല, നടക്കുന്നില്ല. എല്ലാവരും റോട്ടിലിറങ്ങി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അതിലങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് അവിടെ ചോപ്പുണ്ട്, ഇവിടെ ബ്ലോക്ക് ഉണ്ട്, അവിടെ 30 മിനിറ്റ് കാത്തിക്കണം. ഇങ്ങനെ സാധനങ്ങളുണ്ട്, പക്ഷെ അതിന്റെ പ്രയോജനങ്ങൾ പലപ്പോഴും കിട്ടുന്നില്ല. മരുന്ന് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്, ഹോസ്പിറ്റലുകൾ എത്രയാണ് വന്നുകൊണ്ടിരിക്കുന്നത്, എത്രയാണ് ക്ലിനിക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നത്, എത്രയെത്ര ഡോക്ടർമാരാണ് ഇന്ന് പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ രോഗത്തിനൊരു കുറവും നമ്മൾ കാണുന്നില്ല. പഴയതിൽ നിന്ന് വ്യത്യസ്തമായി രോഗത്തിന്റെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതേപോലെ മാതാപിതാക്കൾക്ക് അവർക്ക് സംരക്ഷണങ്ങൾ വേണ്ടതുപോലെ ലഭിക്കുന്നില്ല, ഭാര്യക്ക് സംരക്ഷണം ലഭിക്കുന്നില്ല, അതുപോലെ തന്നെ ഭർത്താവിന് പരിഗണന കിട്ടുന്നില്ല. ജനാധിപത്യ സംവിധാനത്തിന് ഊറ്റം കൊള്ളുന്ന ഒരു രാജ്യത്തിന്റെ പേരാണ് ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത്. ആ രാജ്യത്തെ സംസ്ഥാനമാണ് കേരളം. പക്ഷേ ആ ജനാധിപത്യ സംവിധാനത്തിന്റെ ഒരു ആശ്വാസവായു എവിടെയാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്, എവിടെയാണ് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്? പലപ്പോഴും അതിന്റെ ബുദ്ധിമുട്ടുകൾ ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. വിദ്യാലയങ്ങളുണ്ട്, പക്ഷെ ആ വിദ്യാലയങ്ങളിൽ നിന്ന് 10 വർഷം പഠിച്ച് 10ാം ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് വീട്ടിലേക്ക് പോകുമ്പോൾ അവർക്ക് കാവൽ നിൽക്കുവാൻ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ ജീപ്പിലും ബസ്സിലും വന്ന് അവിടെ കാവൽ നിൽക്കേണ്ട ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട്. ഈ കഴിഞ്ഞ സെന്റ് ഓഫിന്റെ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പുറപ്പെടുവിച്ച ഒരു കാര്യം, ഒരു സെന്റ് ഓഫ് പരിപാടികൾ ആഘോഷങ്ങളാക്കുവാൻ പാടില്ല, പൊതുവിദ്യാലയങ്ങളിൽ പാടില്ല എന്നാണ്. എന്തേ കാരണം? സെന്റ് ഓഫിന്റെ പേരിൽ കുട്ടികൾ കാണിച്ചു കൂട്ടുന്നത് അവരുടെ യൂണിഫോമുകൾ വലിച്ചു കീറിക്കൊണ്ടിരിക്കുകയാണ്. അവർ അതുവരെ ഉപയോഗിച്ചിരുന്ന ബെഞ്ചും ഡെസ്കും തച്ചൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. വാഹനങ്ങൾ സ്കൂൾ കോമ്പൗണ്ടിൽ കൊണ്ടുവന്നുകൊണ്ട് മരണപ്പാച്ചിൽ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആക്സിഡന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ അധ്യാപകരാണെന്നോ നാട്ടുകാരാണെന്നോ ഒന്നും നോക്കാതെ അങ്ങാടിയിലേക്ക് വന്ന് കൂട്ടമായി ചേരിതിരിഞ്ഞ് അടികൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏതിന്റെ ദിവസം 10 വർഷം അവർക്ക് ശരിയായ വിദ്യാഭ്യാസം നൽകി വളർത്തിക്കൊണ്ടുവന്ന ആ കുട്ടികൾ ഈ രീതിയിലാണ് വിദ്യാലയങ്ങളിൽ നിന്ന് പുറത്തു പോകുന്നതെങ്കിൽ, പോലീസ് അകമ്പടി അതിനാവശ്യമായി വരുന്നുവെങ്കിൽ, നമ്മുടെ വിദ്യാലയങ്ങളിൽ കൊടുക്കുന്ന ആ വിദ്യാഭ്യാസം എത്രമാത്രം നമ്മുടെ മക്കൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതെ, വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത്, സാക്ഷരത എന്ന് പറയുന്നത് അത് സംസ്കാരത്തിനുള്ളതാണ്. സംസ്കാരമുള്ള ഒരു സമൂഹം ഉണ്ടാകാനുള്ളതാണ്. പക്ഷേ വിദ്യാഭ്യാസം അതിന്റെ വഴിക്ക് പോകുന്നു. 2 റെയിൽപാളങ്ങളെ പോലെയാണ്. ആ റെയിൽപാളങ്ങൾ പലപ്പോഴും ഒരുമിച്ച് ചേരാറില്ല, അത് സമാന്തരമായി പോവുകയാണ്. ഇതുപോലെ വിദ്യാഭ്യാസം ഒരു ഭാഗത്ത് പോകുന്നു, സംസ്കാരമാകട്ടെ അതിനോട് കൂട്ടിമുട്ടാതെ അത് മറ്റൊരു വഴിക്കും സഞ്ചരിക്കുന്ന സാഹചര്യമാണ് ഇന്ന് നമ്മുടെ രാജ്യത്തുള്ളത് എന്നതിന് അധികം തെളിവുകൾ ഞാൻ പറയേണ്ടതില്ല. പഠിച്ച ആളുകളാണ് മാതാപിതാക്കളുടെ തല അടിച്ചു പൊളിക്കുന്നത്. പഠിച്ച ആളുകളാണ് കാമുകന് വിഷം കൊടുക്കുന്നത്. പഠിച്ച വ്യക്തിയാണ് സ്നേഹിച്ചുകൊണ്ട് പ്രേമിച്ചുകൊണ്ട് സ്ത്രീകളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പഠിച്ച അധ്യാപകർ തന്നെയാണ് തന്റെ മുന്നിലൂടെ കടന്നുപോയ കുട്ടിയെ പലപ്പോഴും പീഡിപ്പിച്ചു എന്ന വാർത്ത വരുന്നത്. പഠിച്ച പോലീസുകാരൻ തന്നെയാണ് ആ പോലീസുകാരന്റെ പണിയെടുക്കുന്നതിന് പകരം പലപ്പോഴും അനാശാസ പ്രവർത്തനങ്ങളിൽ പിടിക്കപ്പെട്ടു എന്ന് നമ്മൾ കേൾക്കുന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വാടാനപ്പള്ളിയിലെ സുഹൃത്തുക്കളോടാണ് ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ട് ഈ വൈരുദ്ധ്യം സംഭവിക്കുന്നു? ഭൗതികമായ സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോഴും മനുഷ്യന് സമാധാനം എന്തുകൊണ്ട്, നിർഭയത്വം എന്തുകൊണ്ട് അകലെ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. മാനസികാരോഗ്യത്തെ സംബന്ധിച്ച് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്ക് പ്രകാരം 300 ദശലക്ഷക്കണക്കിന് ആളുകൾ ഡിപ്രഷൻ രോഗത്തിന് ഈ നിമിഷം അടിമകളായി കൊണ്ടിരിക്കുന്നു എന്നതാണ്. എത്ര? 300 ദശലക്ഷക്കണക്കിന് ആളുകൾ. അവർക്ക് വാഹനമില്ലാത്തത് കൊണ്ടല്ല, അവർക്ക് വീട്ടിൽ AC ഇല്ലാത്തത് കൊണ്ടല്ല, അവർക്ക് ശമ്പളമില്ലാത്തത് കൊണ്ടല്ല, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും വിഷാദ രോഗത്തിലേക്ക് എടുത്തെറിയപ്പെടുന്ന ആളുകളുടെ എണ്ണം ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഓരോ സെക്കൻഡിലും ലോകത്ത് 40 പേർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്നാണ് കണക്കുകൾ പറയുന്നത്. ഓരോ മിനിറ്റിലുമല്ല, ഓരോ മണിക്കൂറിലുമല്ല, ഓരോ സെക്കൻഡിലും എന്നാണ് ഞാൻ പറഞ്ഞത്. അഥവാ ഞാൻ എന്റെ ഈ ഒരു സെന്റൻസ് പൂർത്തിയാകുമ്പോഴേക്കും
ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചുരുങ്ങിയത് 10 പേരെങ്കിലും അവിടെ ആത്മഹത്യ ചെയ്യുന്നുവെന്ന് പറയുമ്പോ എത്രമേൽ മനുഷ്യന്മാർ അസ്വസ്ഥരാണ്. അഗ്നിപർവ്വത സമാനമായ അസ്വസ്ഥതകളുടെ മലക്ക് മുകളിലാണ് ഇന്ന് പല വ്യക്തികളും കുടുംബങ്ങളും കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതിന് ഞാനധികം തെളിവുകൾ പറയേണ്ടതില്ല. കേരളത്തിൽ ആത്മഹത്യാ നിരക്ക് മറ്റു സംസ്ഥാനങ്ങൾ അപേക്ഷിച്ചുകൊണ്ട് കൂടുതലാണ് എന്ന കാര്യത്തിൽ നമുക്ക് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ലഹരി ഉപയോഗം മൂലം നടക്കുന്ന കുറ്റകൃത്യങ്ങൾ 120% കേരളത്തിൽ വർധനയായി രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. യാദൃശ്ചികമായ ഒട്ടും നമുക്ക് സമീകരിക്കാൻ കഴിയാത്ത നമ്മളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള കൊലപാതകങ്ങൾ എത്ര എണ്ണമാണ് നമ്മുടെ കേരളത്തിൽ ആവർത്തിച്ചത്. നമുക്കറിയാം, തിരുവനന്തപുരത്ത് ഒരു ചെറുപ്പക്കാരൻ സ്വന്തം വീട്ടിലെ വല്യമ്മ മുതൽ ബാക്കി 2-3-4 പേരെ ഹാമർ കൊണ്ട് അടിച്ചു കൊന്ന സംഭവം നമ്മുടെ കേരളത്തിൽ ഉണ്ടായി. അങ്ങനെ എത്ര സംഭവങ്ങൾ പ്രണയത്തിന്റെ പേരിൽ, പ്രണയം പിണങ്ങിയതിന്റെ പേരിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ചെറിയൊരു ടെൻഷൻ വരുമ്പോഴേക്കും സ്വന്തം മരിക്കല്ല ചെയ്യണത്, സ്വന്തം 2-3 പിഞ്ചോമന പൈതങ്ങളായ കുട്ടികളെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ് ആ മാതാപിതാക്കൾ ഫാനിൽ കെട്ടി ആത്മഹത്യ ചെയ്യുന്ന സംഭവം കേരളത്തിൽ ഒറ്റപ്പെട്ടതല്ല. എന്താണ് നമ്മുടെ വീടകങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? എന്തിനാണ് ഈ വാടാനപ്പള്ളിയിൽ ഈ ഒരു തിരക്ക് പിടിച്ച അങ്ങാടിയിൽ ഈ സ്പീക്കർ വെച്ചുകൊണ്ട് എന്തിനാണ് സംസാരിക്കുന്നത്? ഈ പ്രശ്നത്തെയാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. ഈ പ്രശ്നത്തെ അഡ്രസ് ചെയ്യാൻ ആരുണ്ട്? ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, മറ്റു പല രീതിയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യൻ അടിസ്ഥാനപരമായി ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നത്തിന് പലപ്പോഴും പരിഹാരങ്ങൾ ഉണ്ടാകുന്നില്ല എന്നതാണ്. ഞാൻ അത് വിശദീകരിക്കേണ്ടതില്ല. ആ പരിഹാരത്തിലേക്കാണ് ഞാൻ നേരിട്ട് വരുന്നത്. സുഹൃത്തുക്കളെ, ഇതിന് പരിഹാരമുണ്ട്. പക്ഷെ ആ പരിഹാരം നമ്മൾ കണ്ണ് തുറന്ന് കാണണം. ആ പരിഹാരത്തെക്കുറിച്ച് നമ്മൾ കാതു തുറന്ന് കേൾക്കണം. ആ പരിഹാരത്തെക്കുറിച്ച് ഹൃദയം കൊണ്ട് മുൻവിധിയില്ലാതെ നാം ചിന്തിക്കണം. എങ്കിൽ ആ പരിഹാരത്തിലേക്ക് പോകാം. ഏത് പരിഹാരത്തിലേക്ക്? ആത്മഹത്യയുടെ മുനമ്പിൽ നിൽക്കുന്ന ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് എങ്കിൽ, അസ്വസ്ഥത പുകഞ്ഞുകൊണ്ട് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ട് അസ്വസ്ഥരായ ആരെങ്കിലും എന്റെ ഈ വാക്കുകൾ കേൾക്കുന്നുണ്ട് എങ്കിൽ അവരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് നിർഭയത്വത്തിന്റെ ഒരു വഴിയുണ്ട്, നിങ്ങൾക്ക് സമാധാനത്തിന്റെ ഒരു മാർഗമുണ്ട്. ആ മാർഗം എന്ന് പറയുന്നത് ഒരു ചെറിയ ലോജിക്കാണ്. എന്താണ് ആ ലോജിക്ക്? ഈ വാടാനപ്പള്ളി അങ്ങാടിയിൽ ഒരുപാട് കട കാണുന്നുണ്ടല്ലോ. മിക്കവാറും കടകളിലും നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ, കയറി നോക്കൂ. അവിടെ ആ ഷോപ്പിന്റെ ഉടമകളൊക്കെ അവിടെ ഒരു നിയന്ത്രണം കിട്ടാനും ഒരു അച്ചടക്കം കിട്ടാനും ചെയ്ത പണി എന്താ? ഒരൊറ്റ മൂലിയാണ്, ഒരു CCTV ക്യാമറ വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് അവിടെ വലിയൊരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടാവും, കാണുന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങൾ CCTV ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. എന്തിനാണത്? അതായത് അത് മനുഷ്യന്റെ ഒരു ലളിത യുക്തിയാണ്. എന്നെ ഒരാൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ ചെയ്യുന്നത് മറ്റൊരാൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊരു മനുഷ്യനെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അവൻ സ്വാഭാവികമായും അച്ചടക്കമുള്ളവനായി മാറും. അപ്പൊ ആ കടയിൽ കയറുന്ന ആളുകൾക്ക് ഒരു ശ്രദ്ധയുണ്ടാവും. അവർ കാണാതെ ഒരു സാധനം എടുക്കൂല, എടുത്ത സാധനം ബില്ലടക്കാതെ അവർ പോകൂല. അത് കാരണം എന്താന്ന് ചോദിച്ചാൽ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു, നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. എന്താ ഹൈവേയിലേക്ക് കയറുമ്പോ വേഗം എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇടാനുള്ള കാരണം എന്താ? അല്ലേ? ആ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് ക്യാമറ ഉണ്ട്, ആ ക്യാമറയിൽ കുടുങ്ങിയ പിഴടക്കേണ്ടി വരും. അതായത് ഞാൻ എൻ്റെ കാര്യം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എനിക്കൊരു പ്രത്യാഘാതം വരാനുണ്ട് എന്ന ഒരു ചിന്ത മനുഷ്യൻ ഉണ്ടാകുമ്പോഴാണ് മനുഷ്യൻ യഥാർത്ഥത്തിൽ അവൻ അച്ചടക്കമുള്ളവനാകുന്നത് എന്നത് നമ്മളിപ്പോൾ എത്ര പുരോഗമിച്ചിട്ടും നമ്മൾ അവസാനം കണ്ടെത്തിയ ഒരു ലളിത യുക്തി എന്താ? മനുഷ്യന്മാരെ നിയന്ത്രിക്കാൻ ഇതാണ് മാർഗം എന്നാണ് നമ്മൾ കണ്ടെത്തിയത്, അല്ലേ? അപ്പോ പക്ഷെ ഈ CCTV ക്യാമറകൾക്കുള്ളൊരു പരിമിതി ഉണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, ഇത് വെക്കണ സമയത്ത് തന്നെ അത് വെക്കുന്ന ആളുകൾ പറയും എവിടേക്ക് വെക്കേണ്ടതെന്ന് ചോദിക്കും. അപ്പം അതിൻ്റെ പോയിൻ്റൊക്കെ കാണിച്ചു കൊടുത്താൽ പറയും, ആ ഇവിടെ ഒരു 5 വെക്കാം, ബാക്കി ഒരു 5 നമുക്ക് ഡെമോ വെക്കാറ്. 5 വർക്ക് ചെയ്യൊന്നുമില്ല, വെറുതെ വെക്കണമെന്ന്. അത് ഏതാ വർക്ക് ചെയ്യണത് ഏതാ വർക്ക് ചെയ്യാത്തതെന്ന് ആർക്കറിയില്ല, വരുന്ന ആൾക്കാർക്ക് അറിയില്ലല്ലോ എന്നുള്ള. പിന്നെ ഈ വെച്ച സാധനത്തിൻ്റെ അവസ്ഥ എന്താ? കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ കേടരാൻ തുടങ്ങിയിട്ടുണ്ടാവും, പിന്നെ നോക്കാൻ ആരും ഉണ്ടാവില്ല. ഇതൊക്കെ വളരെ പരിമിതമാണ്. എന്നാ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് അറിയോ, ചില കള്ളന്മാർ ചില വീട് കയറുമ്പോൾ ആദ്യം CCTV ക്യാമറ എവിടെയുള്ളത് വെച്ചാൽ അത് തെച്ചു പൊളിച്ചിട്ട് എന്ത് ചെയ്യുള്ളൂ, ഉള്ളിൽ കയറുള്ളൂ, അല്ലേ? ഇത് മനുഷ്യന്മാരുണ്ടാക്കിയ നിയന്ത്രണങ്ങൾക്ക് കുറേ പരിമിതി ഉണ്ട്. എന്നാൽ നിങ്ങൾക്കറിയോ, ഏത് CCTV തച്ചു പൊളിച്ചാലും, എവിടെ പോയി നമ്മൾ ഒളിച്ചാലും, എന്ത് കുറ്റകൃത്യം മനുഷ്യൻ ചെയ്തോ അതെല്ലാം സദാസമയം
ഉറക്കമില്ലാതെ മയക്കമില്ലാതെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്രഷ്ടാവ് ഇവിടെ ഉണ്ട്. ഇതാണ് വിശ്വാസം. ആ സ്രഷ്ടാവിനെയാണ് നമ്മൾ അള്ളാഹു എന്ന് വിളിക്കുന്നത്. സാക്ഷാൽ ആരാധ്യൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ആരാധ്യന്മാര് പലരും ഉണ്ട് ഇവിടെ. എന്നാൽ ആരാധനയ്ക്ക് യഥാർത്ഥത്തിൽ അർഹതപ്പെട്ടവൻ, അതാണ് സാക്ഷാൽ ആരാധ്യൻ. അൽ ഇലാഹ്, അതാണ് അള്ളാഹു എന്ന് പറയുന്നത്. അത് മുസ്ലിങ്ങളെ മാത്രം ദൈവമല്ല, അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മാത്രമല്ല. മനുഷ്യരായി പിറന്ന ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം ഉള്ളതാണ്. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച ആ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. നിങ്ങളെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ച ആ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ലഅല്ലക്കും തത്തഖൂൻ, എന്നാൽ എന്താകും? നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായി മാറും. അപ്പൊ മനുഷ്യന്മാര് സൂക്ഷ്മതയുള്ളവരായി മാറാനുള്ള ഏറ്റവും ലളിതമായൊരു കാര്യമാണ് എന്ത്? അവരെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ആ റബ്ബിനെ, ആ അള്ളാഹുവിനെ, ആ സാക്ഷാൽ ദൈവത്തെ മനുഷ്യന്മാർക്ക് ബോധമുണ്ടാക്കി കൊടുക്കുക, ഓർമ്മപ്പെടുത്തി കൊടുക്കുക. ദാ മേലൊരാളുണ്ട് കേട്ടോ, എന്ത് ചെയ്താലും കാണാനും അറിയാനും ഒരാളുണ്ട്. അത് ഭാര്യയിൽ നിന്ന് മറച്ചു വെച്ചിട്ട് കാര്യമില്ല, ഭർത്താവിൽ നിന്ന് മറച്ചു വെച്ചിട്ട് കാര്യമില്ല, മാതാപിതാക്കളിൽ നിന്ന് മക്കൾ മറച്ചു വെച്ചതുകൊണ്ട് കാര്യമില്ല, അധ്യാപകരും വാർഡന്മാരും കാണുന്നില്ല എന്ന് വിചാരിച്ചത് കൊണ്ട് കാര്യമില്ല, ഇവിടെ ഒന്നും CCTV ക്യാമറ വെച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. എന്ത് വെച്ചിട്ടില്ലെങ്കിലും ഇതെല്ലാം ഒപ്പിയെടുക്കുന്ന ഒരു നാഥനുണ്ട്, ഒരു സൃഷ്ടാവുണ്ട്. ഈ ബോധം മനുഷ്യന്മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ അടുക്കൽ നിന്ന് ഒരിക്കലും തെറ്റുവരികയില്ല. അവൻ ഒരിക്കലും തന്നെ അഴിമതിക്കാരനാവുകയില്ല. അവൻ ഒരിക്കലും സ്വജനപക്ഷപാതിത്വം കാണിക്കുകയില്ല. അവൻ ഒരിക്കലും തന്നെ ആൾക്കൂട്ടങ്ങൾ കൂടി നിൽക്കുന്നിടത്ത്, നിരപരാധികൾ കൂടി നിൽക്കുന്നിടത്ത് ചാവേറായിക്കൊണ്ട് അവൻ പൊട്ടിത്തെറിക്കുകയില്ല. അവൻ ഒരിക്കലും തന്നെ എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളെ അവൻ പീഡിപ്പിക്കുകയില്ല, അവൻ വ്യഭിചരിക്കുകയില്ല. അവൻ ഒരിക്കലും തന്നെ ലഹരി ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം മാതാപിതാക്കളുടെ കഴുത്ത് അവൻ അറുത്തു കൊല്ലുകയില്ല. അവൻ ഒരിക്കലും തന്നെ അവന്റെ ജോലി സ്ഥലങ്ങളിൽ ഉദാസീനമായ ഒരു നിലപാട് അവൻ ഒരിക്കലും തന്നെ സ്വീകരിക്കുകയില്ല. അവൻ ഒരിക്കലും തന്നെ നാട്ടിൽ കലാപം ഉണ്ടാക്കുകയില്ല, അവൻ വർഗീയത ഉണ്ടാക്കുകയില്ല, അവൻ വിദ്വേഷം ഉണ്ടാക്കുകയില്ല. കാരണം എന്ത് എന്ന് ചോദിച്ചാൽ, ഞാൻ ഇവിടെ നിരീക്ഷണത്തിന്റെ വലയത്തിലാണ്, എന്റെ റബ്ബെന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ നിയന്ത്രിച്ചുകൊണ്ടേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഈ വിശ്വാസം ശരിക്കും മനുഷ്യന്റെ മനസ്സിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരാൾക്കും ഇവിടെ തിന്മ ചെയ്യാൻ കഴിയില്ല, തെറ്റ് ചെയ്യാൻ കഴിയില്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആളുകൾക്ക് നമ്മൾ വെള്ളം കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം, മരുന്ന് കൊടുക്കണം, വിദ്യാഭ്യാസം കൊടുക്കണം, ഗതാഗത സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം, എല്ലാം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. പക്ഷെ അതെല്ലാം ഉപയോഗിക്കുന്ന മനുഷ്യന് സമാധാനം ഉണ്ടാകണമെങ്കിൽ യഥാർത്ഥത്തിൽ الذين آمنوا وتطمئن قلوبهم بذكر الله ألا بذكر الله تطمئن القلوب. അറിയുക, നിങ്ങളുടെ മനസ്സിന് സമാധാനം ഉണ്ടാകുന്നത് ആ റബ്ബിനെ കുറിച്ചുള്ള, ആ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ ഒന്നുകൊണ്ട് മാത്രമാകുന്നു. അതുകൊണ്ട് മാത്രമേ മനുഷ്യന് സമാധാനം ഉണ്ടാവുള്ളൂ. എന്താ അങ്ങനെ അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ എന്താ കുഴപ്പം? ഇപ്പൊ ചില ആൾക്കാർ അങ്ങനെ വിചാരിക്കലുണ്ടാവും, ഇതൊക്കെ നിങ്ങൾ 6-ാം നൂറ്റാണ്ടെന്ന് പറയുന്ന വർത്താനല്ലേ, ഒരു സൃഷ്ടാവുണ്ട്, ദൈവമുണ്ട് എന്നൊക്കെ. ആ ദൈവത്തെ ആരാ കണ്ടത്? അങ്ങനെ ഒരു ദൈവമുണ്ട് എന്നതിനുള്ള തെളിവെന്താ? ഇനി അതിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോണത് എന്നൊക്കെ ഒരു പക്ഷേ ആൾക്കാർ തമാശയായി സോഷ്യൽ മീഡിയയിലൂടെ ചോദിക്കാറുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കിത് പറയാം, നിങ്ങൾക്ക് ദൈവത്തെ ധിക്കരിക്കാം, നിങ്ങൾക്ക് നിരീശ്വരവാദിയാകാം, ഈ പ്രപഞ്ചം താനെ ഉണ്ടായതാണെന്ന് വാദിക്കാം, എല്ലാം നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഗ്യാരണ്ടി തരുമോ? എന്താണ് ആ ഗ്യാരണ്ടി? അത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച ഏതാനും സമയമാകുമ്പോൾ, വയസ്സാകുമ്പോൾ അതിങ്ങനെ മങ്ങി മങ്ങി വരാൻ തുടങ്ങും. ഇപ്പം ഞാൻ ഈ ഗ്ലാസ് വെക്കാനുള്ള കാരണം എന്താ? ഈ ഗ്ലാസ് ഊരി എനിക്ക് അക്ഷരങ്ങൾ കാണൂല, കൃത്യമായി കാണൂല. നിങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെയല്ലേ? അല്ലേ? ഒരാൾ തീരുമാനിക്കണം എന്ത്? എൻ്റെ കണ്ണിൻ്റെ കാഴ്ച ഒരിക്കലും മങ്ങൂല എന്ന് തീരുമാനിക്കാൻ ആർക്കാണ് കഴിയുക?
അങ്ങനെ നിങ്ങൾക്ക് ഉറപ്പിച്ച് തീരുമാനിക്കാൻ കഴിയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നിഷേധിക്കാം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താ അറിയോ? അതുപോലെ നിങ്ങളുടെ കേൾവി വയസ്സാകുമ്പോൾ അത് കുറഞ്ഞു വരില്ല. എന്റേത് എപ്പോഴും ഒരുപോലെ ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാൻ ആർക്കാ കഴിയുക? എന്റെ തൊലി ഒരിക്കലും ചുളുങ്ങുകയില്ല. ഈ 25 വയസ്സിലുള്ള തൊലി എങ്ങനെയാണോ അതുപോലെയായിരിക്കും മരിക്കുന്നത് വരെയും എന്റെ തൊലി എന്ന് പറയാൻ എത്ര ആളുകൾക്ക് കഴിയും? എന്റെ ഹൃദയം, എന്റെ ശരീരത്തിന്റെ പാർട്സുകൾ അതെന്നും ഈ ഊർജ്ജസ്വലമായ അവസ്ഥയിൽ ഉണ്ടാകുമെന്ന് എത്ര ആളുകൾക്ക് ഉറപ്പ് പറയാൻ കഴിയും? ഒക്കെ പോകട്ടെ, ഞാൻ മരിക്കൂല എന്ന് ആർക്കാ പറയാൻ പറ്റുക? ഞാൻ മരിക്കൂല, ഞാൻ ഇവിടെ ഉണ്ടാവും എന്ന് ഓർക്കാ പറയാൻ പറ്റും? ആർക്കും പറയാൻ കഴിയില്ല. ഇത്ര നിസ്സാരനാണ് മനുഷ്യൻ. ഇപ്പൊ ഒരു ഈച്ച വന്നിട്ട് നമ്മുടെ മുമ്പിലൂടെ കണ്ണിന്റെ മുമ്പിൽ കൂടി ഇങ്ങനെ ഒന്ന് പാറിക്കളിച്ചാൽ അപ്പോഴേക്കും നമുക്ക് പ്രശ്നമായി, അല്ലേ? അല്ലെങ്കിൽ ഒരു കൊതുക് വന്ന് രാത്രി ഉറങ്ങണ സമയത്ത് ഒറ്റ കൊതുക് മതി, അത് ചെവിന്റെ അവിടെ ഇങ്ങനെ വട്ടം കറങ്ങിയാൽ അതിനെങ്ങനെ ആട്ടിയിട്ട് എന്ത് ചെയ്യും? ഒരു സ്വൈരം കിട്ടാത്തൊരവസ്ഥ. ഒരു ചെറിയ പ്രാണി. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്ന കാര്യം അത്രയേ ഉള്ളൂ. നമ്മൾ എത്ര ശക്തന്മാരായിട്ടും കാര്യമില്ല. ഒരു ചെറിയൊരു കൊതുക് വന്ന് ഒന്ന് സ്വീപ്പാക്കിയാൽ ആകെ അസ്വസ്ഥനാകണവനാണ് ആര്? മനുഷ്യൻ എന്ന് പറയുന്നത്. വളരെ ലൈഫാണ് മനുഷ്യന്മാർ, ദുർബലന്മാരാണ് മനുഷ്യന്മാർ. നമ്മളെ സമയം ചോദിക്കാതെ, അനുവാദം ചോദിക്കാതെ ഇവിടുന്ന് നമ്മളാണ് പോകും. ഏതുപോലെ നമ്മൾ അനുവാദം ചോദിക്കാതെ അല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത്? നമ്മളോട് ആരോടെങ്കിലും പ്രത്യേക അനുവാദം ചോദിച്ച് നിന്നെ ഞാൻ സൃഷ്ടിക്കാൻ പോവുകയാണ്, നിന്റെ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ 9 ദിവസവും 10 ദിവസം ഉണ്ടാവും, പിന്നെ ഈ പ്രസവിക്കും, പിന്നെ ഒരു ഭൂമിയിലേക്ക് വരും എന്ന് പറഞ്ഞ് നമ്മളോടൊരു അനുവാദം ചോദിച്ചിട്ടാണോ നമ്മളിങ്ങോട്ട് വന്നത്? ഒരിക്കലും അല്ല. അതേപോലെ നമ്മളോട് അനുവാദം ചോദിക്കാതെ നമ്മൾ ഇന്നിപ്പോൾ ഞാൻ അങ്ങോട്ട് വരുമ്പോൾ എനിക്കൊരു ഫോണ് വന്നു. ഉച്ചയ്ക്ക് കിടന്നുറങ്ങിയതാണ്. ഞങ്ങളുടെ നാട്ടിലെ എൻ്റെ ഒരു ബന്ധുവാണ്. ഉച്ചയ്ക്ക് കിടന്നുറങ്ങിയതാണ്. പക്ഷേ കിടന്നുറങ്ങി സാധാരണ ഒന്ന് ഉറങ്ങി അങ്ങനെ മയങ്ങി എഴുന്നേൽക്കുന്ന ഒരു സമയമായപ്പോഴും എഴുന്നേൽക്കുന്നില്ല. അപ്പോൾ പോയി വിളിച്ചു നോക്കുമ്പോൾ അനങ്ങളില്ല. ഉറക്കത്തിൽ എന്ത് ചെയ്തിക്കുക? മരണപ്പെട്ടിരിക്കുക. അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ മനുഷ്യൻ എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ എന്ത് വീരവാദം പറഞ്ഞിട്ടും കാര്യമില്ല, ഈ മരണത്തെ തടുക്കാൻ നമുക്ക് കഴിയുമോ? അത് തടുക്കാൻ കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ അവർ നിഷേധിക്കട്ടെ ദൈവത്തെ, അവർ നിഷേധിക്കട്ടെ പരലോകത്തെ, അവർ നിഷേധിക്കട്ടെ ഇനിയൊരു ലോകമില്ല എന്നുള്ള കാര്യത്തെ. അങ്ങനെയില്ല, ആർക്കും കഴിയില്ല. ഇതിനുശേഷം നിങ്ങളെല്ലാവരും മരണപ്പെടുക തന്നെ ചെയ്യും. ആ മരണത്തോടു കൂടി ജീവിതം അവസാനിക്കുമായിരുന്നുവെങ്കിൽ ഈ വാടാനപ്പള്ളിയിൽ ഞാൻ പ്രസംഗിക്കേണ്ടതില്ല, നിങ്ങൾ എന്നെ കേട്ടു നിൽക്കേണ്ടതില്ല. അതിനുശേഷം പറഞ്ഞത് എന്താ ഖുർആൻ? സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബ്അതൂൻ. ഖിയാമത്ത് നാളിൽ നിങ്ങൾ രണ്ടാമത് എഴുന്നേറ്റ് വരിക തന്നെ ചെയ്യുമെന്നാണ്. ഒരിക്കലും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് കഴിയില്ല. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും ثم تردون إلى عالم الغيب والشهادة. മരണം പറയുക, മരണമെന്ന് പറയുന്നത് നിങ്ങൾ ഓടി അകന്നുകൊണ്ടിരിക്കുന്ന ആ മരണം ഉണ്ടല്ലോ, അതിനെയാണ് നിങ്ങൾ കണ്ടുമുട്ടുക. ഒരു സിംഹം ഒരു മാൻപേടയ്ക്ക് പിന്നാലെ കൂടിയാൽ ആ മാൻപേട അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇങ്ങനെ ഓടുമ്പോൾ വേറൊരു സിംഹത്തിന്റെ വായിലേക്ക് ചെന്ന് എങ്ങനെ ഉണ്ടാവും? ഇതേപോലെയാണ് എന്ത്? നമ്മൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഹോസ്പിറ്റലിൽ പോണത്, അഡ്മിറ്റ് ആകുന്നത്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. പക്ഷെ അവസാനം എത്തുന്നത് മരണത്തിൽ തന്നെയാണ്. ഓട്ടം എത്ര സ്പീഡ് കൂട്ടണോ ആ സ്പീഡ് കൂട്ടുന്നത് വിളിക്കുക മരണത്തിന്. രക്ഷയില്ല, ഒരാൾക്കും രക്ഷയില്ല. അജല് വന്നാൽ, അഥവാ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസാനം ഏതാണ് എന്ന് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങോട്ട് മുന്നോട്ടും ആകൂല പിന്നോട്ടും ആകൂല. അത് ആ സമയത്ത് എന്ത് ചെയ്യും? അതാണ് സംഭവിക്കും. എവിടെ ഒളിച്ചിട്ടും കാര്യമില്ല. ഐനമാ തകൂനൂ യുദ്രികുമുൽ മൗത്ത് വലൗ കുൻതും ബി ബുറൂജിൻ മുശയ്യദ. കോട്ടകൊത്തളങ്ങളിൽ പോയി ഒളിച്ചിരുന്നാൽ പോലും ആ മരണം നിങ്ങളെ കണ്ടെത്തുക തന്നെ ചെയ്യും എന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. മരിക്കാൻ നമ്മൾ എവിടെ വെച്ച് മരിക്കണം? അത് അമേരിക്കയിൽ വേണോ, സൗദി അറേബ്യയിൽ വേണോ, ഹറമിന്റെ മുറ്റത്ത് വെച്ച് വേണോ, എവിടെയാണ് അള്ളാഹ് തീരുമാനിച്ചാൽ അങ്ങോട്ട് പോകാൻ അള്ളാഹ് ഒരു ആവശ്യം ഉണ്ടാക്കുന്നതാണ്. ഇദാ ഖലല്ലാഹ ലിഅബ്ദിൻ അൻ യമൂത ബിഅർളിൻ ജഅല ലഹു ഇലൈഹാ ഹാജ. അള്ളാഹു ഒരാൾക്ക് എവിടെ വെച്ചാണോ മരണം തീരുമാനിച്ചിട്ടുള്ളത് ആ തീരുമാനിച്ച സ്ഥലത്തേക്ക് അവനൊരു ആവശ്യം അള്ളാഹു ഉണ്ടാക്കി കൊടുക്കുന്നത്. ആ ആവശ്യം വെച്ച് അവൻ പോകും, അത് അവിടെ വെച്ച് സംഭവിക്കും.
അപ്പൊ ഇത്ര നിസ്സാരന്മാരായ ആളുകളാണ് സുഹൃത്തുക്കളെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മൾ നമ്മുടെ നിയന്ത്രണത്തിലല്ല. നമ്മൾ ലിബറൽ വാദം പറയുന്നു, പുരോഗമനവാദം പറയുന്നു, മൈ ബോഡി മൈ റൈറ്റ് എന്ന് പറയുന്നു, നിഹിലിസത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, യോളോ എന്ന അജണ്ടയെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എൻ്റെ കാര്യം ഞാനാണ് തീരുമാനിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എനിക്ക് 18 വയസ്സായി, ഇനി എൻ്റെ കാര്യം വാപ്പ നോക്കണ്ട, ഉമ്മ നോക്കണ്ട, കുടുംബം നോക്കണ്ട, ഞാൻ തന്നെ നോക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മളെപ്പോൾ മരിക്കും എന്നുള്ള കാര്യം പറയാൻ പോലും നമുക്ക് കഴിയില്ല. എപ്പോൾ നമുക്ക് അസുഖം വരുന്നു നമുക്ക് പറയാൻ കഴിയില്ല. അത്ര ദുർബലന്മാരാണ് നമ്മൾ ഓരോരുത്തരും. ആ ദുർബലത നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ ലോകം സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും യഥാർത്ഥത്തിൽ ഇവിടെ മാത്രം ജീവിക്കാനല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഇന്ന് നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു ഇലക്ഷൻ്റെ വിജയമാണല്ലോ നമ്മൾ ഇതുവരെ കാത്തുകൊണ്ടിരുന്നത് കേരളം, അല്ലേ? ആ ഒരു വിജയം എത്ര ആകാംക്ഷയോടു കൂടിയാണ് ആളുകളൊക്കെ ടെലിവിഷൻ സ്ക്രീനിലൊക്കെ നോക്കി നിന്നത്. കാരണം ഒരു മത്സരം നടന്ന് ആര് ജയിക്കും, ഇനി ആര് മുഖ്യമന്ത്രിയാവും, എല്ലാവർക്കും ഭയങ്കരമായ ഉത്കണ്ഠയാണ്. എന്നാൽ സുഹൃത്തുക്കളെ, ഈ മുഖ്യമന്ത്രിയും ഈ സംഗതികളൊക്കെ കേവലം എത്രയാണ്, ഒരു 5 വർഷത്തിനാണ് മാക്സിമം ഉണ്ടാവുക, അല്ലേ? എന്നാലേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ത്, അവൻ്റെ മരണാനന്തര ജീവിതം എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ പിന്നെ മരണമല്ല എന്നുള്ളതാണ്. മരിച്ചതിന് ശേഷം രണ്ടാമത് എഴുന്നേറ്റ് മനുഷ്യൻ വരും. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവന് പിന്നൊരു മരണമല്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിയ അനിൻ നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാവും മരിക്കുമെന്നല്ല ഖുർആൻ പറഞ്ഞത്, മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും. ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ സമ്പൂർണമായ പ്രതിഫലം ഈ ലോകത്ത് വെച്ചല്ല നിങ്ങൾക്ക് നൽകുന്നത്, അത് നാളെ ഖിയാമത്ത് നാളിലാണ്, മരണാനന്തര ജീവിതത്തിലാണ്. ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിയ അനിൻ നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. ആര് ആ നാളെ പരലോകത്ത് ഉയർത്തി എഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ ആ ജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് അകറ്റപ്പെടുകയും ആ ഉന്നതമായ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്തുവോ ഫഖദ് ഫാസ്, അവനാകുന്നു വിജയി. പരീക്ഷയിൽ വിജയിച്ചവൻ വിജയിയാണ്, പക്ഷേ ശാശ്വതമായ വിജയിയല്ല. ഈ വാടാനപ്പള്ളി അങ്ങാടിയിൽ നന്നായി ബിസിനസ് നടത്തി ലാഭം കൊയ്യുന്നത് വലിയ ലാഭമാണ്, പക്ഷേ അത് ശാശ്വതമായ ലാഭമല്ല. ഈ 140 മണ്ഡലങ്ങളിലും വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു വരുന്നതൊരു വിജയമാണ്, പക്ഷേ അത് ശാശ്വതമായ വിജയമല്ല. ശാശ്വതമായ വിജയമെന്ന് പറയുന്നത് മരണാനന്തരമുള്ള യഥാർത്ഥ ജീവിതത്തിൽ ആ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്തവനാരോ ഫഖദ് ഫാസ്, അവനാകുന്നു യഥാർത്ഥത്തിലുള്ള വിജയി. കാരണം എന്താണെന്നറിയോ? യഥാർത്ഥ വിജയാകാനുള്ള കാരണം എന്താ അറിയോ? ആ ജ്വലിക്കുന്ന നരകം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരമല്ല. കാരണം ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന തീയിന്റെ ചൂടത്രേ, അത് നമുക്ക് എല്ലാവർക്കും ബോധ്യമുണ്ടല്ലോ. ഒരു തീപ്പൊട്ടിക്കൊള്ളി നമ്മൾ ഒന്ന് ഉരസിയ ശേഷം അതങ്ങാനും നമ്മുടെ കയ്യിലൊന്ന് പറ്റിച്ചേർന്ന് കത്തി നിന്നാൽ, അല്പസമയം കത്തി നിന്നാൽ മതി, എത്ര ദിവസം അതിന്റെ വേദന ഉണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അല്ലേ? നമ്മൾ സാധാരണ അടുപ്പുണ്ടാക്കാൻ വേണ്ടി കല്ല് ഉപയോഗിക്കാറുണ്ട്, കരിങ്കല്ല് ഉപയോഗിക്കും, വെട്ടുകല്ല് ഉപയോഗിക്കും, ഇഷ്ടിക ഉപയോഗിക്കും. എന്തിനാ? എത്ര അടുപ്പ് കത്തിച്ചാലും ആ വിറക് കത്തുമെന്നല്ലാതെ ഈ കല്ല് കത്തൂല എന്നുള്ള ധൈര്യം കൊണ്ടാണ്, അല്ലേ? കല്ല് കത്തുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യൂല, നമ്മൾ അടുപ്പിന് ഉപയോഗിക്കൂല. എന്നാ നിങ്ങൾക്ക് അറിയോ, ഈ കല്ല് കത്തുന്നതാണ് നരകം, പാറ കത്തുന്നതാണ് നരകം. മനുഷ്യരെയും കല്ലുകളെയും കത്തിക്കുന്ന നരകമെന്നാണ് ആ നരകത്തെ കുറിച്ച് വിശേഷിപ്പിച്ചത്. റസൂലുള്ളാഹി പറഞ്ഞു 70 ഇരട്ടിയാണ് എന്നാണ്. ഈ നാം ഇവിടെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന തീയിന്റെ 70 ഇരട്ടിയാണ്
നാളെ നരകാഗ്നിയിൽ കത്തിക്കപ്പെടുന്ന തീ. അപ്പൊ അതിന്റെ ഒരു ശക്തി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ തന്നെ ഈ ചൂടുള്ള സമയത്ത് വണ്ടി എവിടെയെങ്കിലും ഒരു വെയിലത്തൊരു 1 മണിക്കൂർ നമ്മൾ നിർത്തിയ ശേഷം അതിലേക്കൊന്ന് രണ്ടാമത് നമ്മൾ വാതിൽ തുറന്ന് കയറുമ്പോഴുള്ള ഒരു അസ്വസ്ഥത നമുക്ക് എത്രത്തോളം ഉണ്ട്? സഹിക്കുവാൻ കഴിയുന്നുണ്ടോ? അവിടെ നമുക്ക് ഉടനെ ആ വിൻഡോ താഴ്ത്താം, AC ഇടാം, വണ്ടി മൂവ് ചെയ്യിപ്പിക്കാം, അങ്ങനെ ആ ചൂട് നമുക്ക് ക്രമീകരിച്ച് കൊണ്ടുവരാം. പക്ഷെ നരകത്തിലൊരു മനുഷ്യൻ ഇട്ട് കഴിഞ്ഞാൽ ആ ചൂട് ക്രമീകരിക്കാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, ഫദൂഖൂ ഫലൻ നസീദകും ഇല്ലാ അദാബാ. നീ ആസ്വദിച്ചോ, നീ അനുഭവിച്ചോ, നീ ചെയ്ത തിന്മകൾക്കുള്ള പ്രതിഫലമാണ് ഈ നരകം. അതുകൊണ്ട് നിനക്ക് ഇവിടെ ശിക്ഷയല്ലാതെ മറ്റൊന്നും വർദ്ധിപ്പിക്കാനില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളിങ്ങനെ മരണാസന്നമായ അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ കുടുംബങ്ങളൊക്കെ കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവസാനം ഇനി എന്ത് വല്ല പ്രതീക്ഷയുണ്ടോ? അപ്പോൾ എല്ലാവരും കൂടിയിട്ട് കുടുംബങ്ങളൊക്കെ രോഗിനെ ആശ്വസിപ്പിച്ചു. എന്ത് ഡോക്ടർ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ വരും. അപ്പോൾ നമുക്ക് ഡോക്ടറോട് ചോദിക്കാം. അപ്പോൾ ആകെ ഒരു പ്രതീക്ഷ എന്താ വെച്ചാൽ ഡോക്ടർ വന്നിട്ട് ആ ടെസ്റ്റ് എന്താണ്, എങ്ങനെയാണ്, അത് വിജയിച്ചിട്ടുണ്ടോ, എന്താ അവസ്ഥ, അപ്പോൾ ഡോക്ടറെ അടുത്ത് നിന്നൊരു സന്തോഷ വാർത്ത കിട്ടും എന്ന ആശ്വാസത്തിലാണ് ആ രോഗിയും കുടുംബവും കിടക്കുന്നത്. ആ സമയത്ത് ഡോക്ടർ തിരക്ക് പിടിച്ച് റൂമിനുള്ളിലേക്ക് കയറി വന്നിട്ട് ഒരു ദയയില്ലാതെ പറയണത്, നിങ്ങളെ ടെസ്റ്റൊക്കെ നെഗറ്റീവാണ്, എന്ത് ചെയ്തിട്ടും കാര്യമില്ല, പ്രശ്നമാണ്, അതുകൊണ്ട് ഇനി ഏതാനും സമയം മാത്രമേ നിങ്ങൾ ജീവിച്ചിരിക്കുള്ളൂ എന്നൊരു വാക്ക് അങ്ങനെ പറയുന്നത് വെച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഇതിലേറെ ഗുരുതരാണ് നരകത്ത് കിടക്കണ മനുഷ്യന്മാർക്കേ. നിനക്ക് ഇനി ശിക്ഷയല്ലാതെ ഇവിടെ ഒന്നും വർദ്ധിപ്പിക്കാനില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആ രക്ഷപ്പെടാൻ കഴിയും? ആത്മഹത്യ ചെയ്യാൻ കഴിയും? ഓടി ഒളിക്കാൻ കഴിയോ? യസ്ലൗനാ യൗമദ്ദീൻ വമാ ഹും അൻഹാ ബിഗായിബീൻ. അതിൽ നിങ്ങളുടെ ശരീരം കത്തിക്കരിഞ്ഞുകൊണ്ടിരിക്കും, എന്നാൽ കരിക്കട്ടയാകുമോ, മരിക്കുമോ ഇല്ല. അവിടെ ജീവിതവുമില്ല, മരണവുമില്ല, ജീവിക്കാൻ കഴിയില്ല, എന്നാൽ മരിക്കുകയും ചെയ്യില്ല. അങ്ങനെയുള്ള ഒരവസ്ഥ നാളെ നരകത്തിൽ മനുഷ്യന്മാരെ ഉണ്ട്. ഇതാർക്കെങ്കിലും നിഷേധിക്കാൻ അങ്ങനെ ഒരു നരകം ഉണ്ടാവുമോ? നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ രണ്ടാമത് കൊണ്ടിരുന്നോ? ആര് പറഞ്ഞത്? അതൊക്കെ വെറുതെ പറയാണ്. അതൊക്കെ ഈ പൊട്ടന്മാര് പറയാണ്. ഈ മൗലവിമാരും മുസ്ലിയാക്കന്മാരൊക്കെ പൊട്ടന്മാരാണ്, മതപൊട്ടന്മാരാണ്, അന്ധവിശ്വാസികളാണ് എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട്. എന്നാ വിചാരിക്കുന്ന ആൾക്കാരോട് ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ, ഇപ്പൊ നമ്മളെ മനുഷ്യന്മാരുണ്ടാക്കിയ സംവിധാനം എവിടെത്തി? AI ടൂൾ ഉപയോഗിച്ചുകൊണ്ട് എന്താ ഉണ്ടാക്കാൻ കഴിയാത്തത്? ഇപ്പൊ മീഡിയകളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ വീഡിയോസുകൾ എടുത്ത് നോക്കി, അത് ഒറിജിനൽ ആണോ AI ഉണ്ടാക്കിയതാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. കൺഫ്യൂഷൻ ആകുകയാണ് അല്ലേ? അതായത് മനുഷ്യന്റെ രൂപം ഒരു പകർപ്പ്, ചെറിയ അതിൻ്റെ ഒരു ഫോട്ടോ കിട്ടിയാൽ മതി, ഒരു ചെറിയ പകർപ്പ് കിട്ടിയാൽ മതി. അത് വെച്ചുകൊണ്ട് വളരെ കളർഫുൾ ആയിട്ട് ഏത് ഡ്രസ്സും ഇട്ടുകാണ്ട് ആ വ്യക്തിയുടെ ചിത്രം കാണിക്കാൻ പറ്റുന്നല്ല, അയാൾ സംസാരിക്കും, അയാൾ അതേ സൗണ്ടിൽ സംസാരിക്കും അല്ലേ? ഇപ്പോഴും നായനാർ പത്രസമ്മേളനം നടത്തുന്നുണ്ടല്ലോ നിങ്ങൾ, ഇപ്പോഴും CH മുഹമ്മദ് കോയ സംസാരിക്കുന്നുണ്ടല്ലോ നിങ്ങൾ. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വരികയാണ്. അതായത് മരിച്ചുപോയ മനുഷ്യന്മാരെ അതേപോലെ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് പകർത്തിക്കൊണ്ടുവന്ന് നമ്മുടെ മുമ്പിൽ കാണിച്ചു തരാൻ മനുഷ്യന് അള്ളാഹു നൽകിയിരിക്കുന്ന ആ ബുദ്ധിയുടെ ചെറിയൊരു അംശം അവൻ ഉപയോഗിച്ചപ്പോഴേക്ക് അവനതിന് കഴിയുന്നുവെങ്കിൽ ഈ മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവ് പറയാണ്, നിങ്ങൾ മരണത്തിന് ശേഷം രണ്ടാമത് എഴുന്നേറ്റ് വരിക തന്നെ ചെയ്യും. നിങ്ങൾ രണ്ടാമത് എഴുന്നേറ്റ് വരിക തന്നെ ചെയ്യുമെന്ന് ആ ഖുർആനാണ് പറയുന്നത്. ആ ഖുർആൻ പറഞ്ഞത് ഒന്നും തെറ്റിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഖുർആൻ കേൾക്കുമ്പോ അത് മുസ്ലിങ്ങളെ ഗ്രന്ഥല്ലേ, അത് പറയണമൊക്കെ പാടെ അങ്ങനെ സംഭവിക്കുമോ എന്നൊരു പക്ഷേ ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും. എന്നാ സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയോ, ആ വിശുദ്ധ ഖുർആൻ ഇന്നുവരെ പറഞ്ഞു വെച്ച ഏതൊരു കാര്യമുണ്ടോ അത് ഇന്നും തിരുത്തേണ്ടി വന്നിട്ടില്ല. അത് നന്മയാണെന്ന് പറഞ്ഞത് എന്നും നന്മയാണ്, അത് തിന്മയാണെന്ന് പറഞ്ഞത് ഇപ്പോൾ നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തും അത് തിന്മയാണ്. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. അതായത് ഖുർആൻ എന്ത് പറഞ്ഞോ അതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്നതിന് ഇഷ്ടം പോലെ തെളിവിൽ ഒറ്റൊന്നും. ഇപ്പൊ നിങ്ങൾക്കറിയാലോ, നമ്മുടെ തൊട്ടടുത്ത രാജ്യം ചൈനയാണ്. ആ ചൈനയായിരുന്നു ലോകത്ത് കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം.
ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ചൈനയായി. എന്നാൽ ഇപ്പം ഈ അടുത്ത വാർത്ത വന്നത് എന്താ? ഇന്ന് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യയാണ്. ചൈന പിറകോട്ട് പോയി. ചൈന പിറകോട്ട് പോകാണ്ടായ കാരണം എന്താ? ചൈനയില് ആളുകൾ കുറഞ്ഞു, അഥവാ കുറച്ചു. ഫാമിലി പ്ലാനിങ് നടപ്പാക്കിയ ഒരു രാജ്യമാണ് ചൈന. അവരാദ്യം പറഞ്ഞു നാം 1, നമുക്ക് 4, പിന്നെ നമുക്ക് 3, പിന്നെ നമുക്ക് 2, പിന്നെ നാം 1, നമുക്ക് 1. ഒരു കുട്ടിയെ ഒരു വീട്ടിൽ ഉണ്ടാകാൻ പാടുള്ളൂ എന്നവർ കർശനമായി നിയന്ത്രിച്ചു. കാരണം എന്താണെന്നറിയോ? മനുഷ്യനിർമ്മിതമായ ഒരു തത്വശാസ്ത്രത്തിന്റെ, ഒരു ഗവേഷണ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തത്. ഏതായിരുന്നു ആ പഠനം? മാൽത്തൂസിയൻ തിയറി എന്നതാണ് അതിന് പറയാ. ആ മാൽത്തൂസിയൻ തിയറി അനുസരിച്ചുകൊണ്ട് അദ്ദേഹം നിരീക്ഷിച്ചത് എന്താ അറിയോ? ഇത്ര വർഷം പിന്നിടുമ്പോ ലോകത്ത് മനുഷ്യന്മാരുടെ എണ്ണം കൂടും. അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാവില്ല, കുടിക്കാനുള്ള വെള്ളം ഉണ്ടാവില്ല, അവർക്ക് ഉപയോഗിക്കാനുള്ള വിഭവങ്ങൾ ഉണ്ടാവില്ല. അങ്ങനെ ലോകം പട്ടിണിയിലേക്ക്, ക്ഷാമത്തിലേക്ക്, പ്രയാസത്തിലേക്ക് പോകും. അപ്പൊ അതിന് പരിഹാരം എന്തുള്ളൂ എന്ന് ചോദിച്ചാൽ പോപ്പുലേഷൻ കുറക്കുക, ജനസംഖ്യാ വർധനവ് കുറക്കുക. ഇതല്ലാതെ വേറെ മാർഗ്ഗമില്ല. അങ്ങനെയാണ് കുടുംബാസൂത്രണം അഥവാ ഫാമിലി പ്ലാനിങ് എന്നൊരാശയം ലോകത്ത് കൊണ്ടുവന്നത്. അത് ശക്തമായി നടപ്പാക്കി. കാരണം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് ചൈന. അപ്പൊ ആ ചൈനയിൽ ഈ അവസ്ഥ അവർ ഭയപ്പെട്ടു. അപ്പൊ അവരെന്ത് ചെയ്തു? ഗവൺമെന്റ് തന്നെ മുൻകൈ എടുത്ത് നടപ്പാക്കി. എന്ത് ചെയ്തു എന്നറിയാം? ആൾക്കാര് കുട്ടികളുടെ എണ്ണം കുറക്കണില്ല. അപ്പൊ അവർ ഓഫറുകൾ പ്രഖ്യാപിച്ചു. എന്താ ഓഫർ? ഇനി ഒന്നിലധികം കുട്ടികളുള്ള വീട്ടിൽ നിന്നുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഒരു റിസർവേഷൻ ഉണ്ടാവില്ല, എവിടെയും സംവരണം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങൾ അവർക്ക് കിട്ടൂല, സ്കോളർഷിപ്പ് അവരെ കുട്ടികൾക്ക് കിട്ടൂല. ഇങ്ങനെ കുറെ നിയമങ്ങൾ കൊണ്ടുവന്നു. അപ്പൊ ജനങ്ങൾ എന്തായി? കുട്ടികളുടെ എണ്ണം കൂടി ആകെ പ്രശ്നമാണ്. അപ്പൊ കുട്ടികളുടെ എണ്ണം കുറച്ചു. അങ്ങനെ ആ സമൂഹം കുടുംബാസൂത്രണത്തിലേക്ക് കടന്നു വന്ന് ഏകദേശം 19 വർഷം പിന്നിട്ടപ്പോ ഇപ്പൊ ആ രാജ്യം അനുഭവിക്കുന്ന പ്രശ്നം എന്താ അറിയാം? ഇപ്പോ മുതിർന്ന ആളുകളുടെ എണ്ണം കൂടി, പ്രായമുള്ള ആളുകളുടെ എണ്ണം കൂടി, വളർന്നു വരുന്ന തലമുറ കുറയുകയും ചെയ്തു. അപ്പൊ മുതിർന്ന ആളുകളെ നോക്കാൻ ഓരോ വീട്ടിലും ആളില്ല. കാരണം ഒരു കുട്ടിയല്ലേ ഉണ്ടാവുള്ളൂ. അച്ഛനെയും അമ്മനെയും നോക്കാൻ ആളില്ല. മാത്രമല്ല ഫാക്ടറികളിൽ തൊഴിലാളികളെ കിട്ടാനില്ല, കടകളിൽ ജോലിക്കാരെ കിട്ടാനില്ല. കാരണം മാൻ പവറിനെയാണ് കൊന്നു തീർത്തത്. അതുകൊണ്ട് തന്നെ അവരാകെ പ്രയാസത്തിലായി. ഒരു വീട്ടില് ഒരു അച്ഛനും അമ്മയും ഒരു മകളും. അത് വേറൊരു വീട്ടില് പിന്നെ ആരുമില്ലാത്തൊരു വീടുണ്ടെങ്കിൽ ഇവിടുന്ന് അവിടെ പോയി കണ്ട് ആ അച്ഛനെയും അമ്മനെയും നോക്കാൻ കഴിയോ? കാരണം ബൽക്ക് അച്ഛനും അമ്മയില്ല ഇവിടെ. എവിടെ പോവുക? അപ്പൊ സ്വാഭാവികമായിട്ടും വീടുകളിൽ മനുഷ്യന്മാര് മരിച്ചിട്ട് അത് അറിയാൻ പോലും കഴിയാതെ ആയി പോയി. ചൈനയിൽ നടന്നതാണ്. അതായത് അടുത്ത തൊട്ടടുത്ത് കൂടെ ആളുകൾ നടന്നു പോകുമ്പോ സാധാരണ ഉണ്ടല്ലോ, നമ്മൾ എലിയോ പൂച്ചയൊക്കെ ചത്താല് കുറെ ദിവസം കഴിഞ്ഞ് അവിടുന്ന് സ്മെല്ല് വരും. അപ്പോഴാണ് നമ്മൾ എന്താ ഇവിടെ സ്മെല്ല് എന്ന് കേൾക്കൂലേ? ഇതേപോലെ വീടുകൾക്ക് മുന്നിലൂടെ മനുഷ്യന്മാർ നടന്നു പോകുമ്പോ ചില വീടിന്റെ ഉള്ളിൽ നിന്ന് സ്മെല്ല് പുറത്തേക്ക് വന്ന് അവിടെ പോയി നോക്കുമ്പോഴാണ് അതിനുള്ളിൽ മനുഷ്യന്മാർ മരിച്ചു കിടക്കുന്നത്. കാരണം മരിക്കുന്ന ആളുകളെ അത് കൊണ്ടുപോയി സംസ്കരിക്കാൻ പോലും ആ കുടുംബത്തിൽ ആളുകളില്ലാതെ, ചോദിക്കാൻ അന്വേഷിക്കാൻ ആളുകളില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ചില അവിടെയുള്ള കളിക്കാനുള്ള ടോയ്സുകൾ ഉണ്ടല്ലോ, കുട്ടികൾക്ക് കളിക്കാനുള്ള ടോയ്സ്, ആ ടോയ്സിന്റെ കടകളൊക്കെ അടച്ചുപൂട്ടി. കാരണം എന്താ? കുട്ടികളുണ്ടെങ്കിലല്ലേ കളിപ്പാട്ടം വിൽക്കാൻ കഴിയുള്ളൂ. അപ്പൊ കളിപ്പാട്ടം വാങ്ങാൻ ആരും വരുന്നില്ല. കാരണം മക്കളില്ല, കുട്ടികളില്ല. ഇങ്ങനെയുള്ള ഒരു ക്രൈസിസ് വന്നു. അവരുടെ ഫാക്ടറികൾ നിശ്ചലമാകുന്ന അവസ്ഥയുണ്ടായി. അപ്പോഴാണ് ഭരണാധികാരികൾക്ക് മനസ്സിലായതെന്ത്? ഈ പോക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ നമ്മുടെ രാജ്യം വമ്പൻ പ്രതിസന്ധിയിൽ അകപ്പെടും എന്ന് തിരിച്ചറിഞ്ഞിട്ട് തീരുമാനം മാറ്റി. എന്താ തീരുമാനം? ഇനി ഒരു വീട്ടിൽ ചുരുങ്ങിയത് 5 കുട്ടികൾ ഉണ്ടാകണം. ഇനി 5 കുട്ടി, ഇനി ഒന്നിലധികം കുട്ടികൾ ഉള്ളവർക്കാണ് ഓഫർ കൊടുക്കുന്നത്. നേരത്തെ ഉള്ളതിന്റെ നേരെ റിവേഴ്സ്. ഇത് ചൈന മാത്രമല്ല, ജപ്പാനും ജർമ്മനിയും യൂറോപ്യൻ രാജ്യങ്ങളിൽ പലതും ഈ കുടുംബാസൂത്രണത്തിന്റെ പിന്നാലെ പോയ മനുഷ്യന്മാരൊക്കെ തിരിച്ചു വന്നു. ഇനി നിങ്ങൾക്ക് എന്താ ഇന്ത്യ അതിൽ മെച്ചാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇന്ത്യയിലെ എണ്ണം കൂടിയതുകൊണ്ടല്ല ഇന്ത്യ ഏറ്റവും പോപ്പുലേഷനിൽ മുന്നിൽ നിന്നത്. മറിച്ച് ചൈനയിൽ കുറഞ്ഞപ്പോൾ ഇന്ത്യയിൽ കൂടുതൽ ഉണ്ടായെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ത്യന്റെ അവസ്ഥ എന്താ? ഇപ്പൊ നിങ്ങൾ അടുത്ത ഒരു 2-3 ആഴ്ച മുമ്പ് വലിയ ചർച്ച കേട്ടില്ല? എന്താ ചർച്ച? അതായത് നമ്മുടെ മണ്ഡല പുനർനിർണയം നടക്കാൻ പോവുകയാണ്. പാർലമെന്റിന്റെ മണ്ഡല പുനർനിർണയം നടക്കാൻ പോവുകയാണ്. പുതിയ പാർലമെന്റിൽ
കൂടുതൽ സീറ്റുകളുണ്ട്. എന്തേ സീറ്റ് വരാൻ കാരണം? മണ്ഡല പുനർനിർണയം നടക്കുമ്പോൾ കൂടുതൽ എംപിമാരുണ്ടാകും. അപ്പോൾ ഒരു എംപിനെ തീരുമാനിക്കുന്നത് ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ, ലോക്സഭാ മണ്ഡലത്തിൽ എത്ര ജനങ്ങളുണ്ട്, ജനസംഖ്യയുണ്ട് എന്ന എണ്ണം നോക്കിയിട്ടാണ്. ജനസംഖ്യാടിസ്ഥാനത്തിലാണ് എംപിമാരുടെ എണ്ണം തീരുമാനിക്കുന്നത്. ആ എണ്ണം തീരുമാനിക്കാൻ വന്ന് നോക്കുമ്പോൾ, പട്ടിക നോക്കുമ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്കൊക്കെ കൂടുതലുണ്ടാവും, കൂടുതൽ എണ്ണം കിട്ടും, പ്രത്യേകിച്ച് UP പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക്. എന്നാൽ കേരളമടങ്ങുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ, അത് തമിഴ്നാടാകട്ടെ, കർണാടകയാകട്ടെ, കേരളമാകട്ടെ, ആന്ധ്രയാകട്ടെ, ഈ സ്ഥലങ്ങളിൽ, ഈ സംസ്ഥാനങ്ങളിലൊക്കെ നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് കുറയുകയും ചെയ്യും, അല്ലെങ്കിൽ ആനുപാതികമായി കിട്ടാതെ പോകും. അപ്പോഴാണ് ഇവിടെയുള്ള ഭരണാധികാരികൾക്ക് എല്ലാം ഉണർന്നത്. അപ്പൊ എന്താ സംഭവം? ഈ ഫാമിലി പ്ലാനിങ് ലോകം മുഴുവൻ നടത്തിയപ്പോ ഇന്ത്യയിലും അത് വന്നു. പക്ഷേ ഇന്ത്യയിൽ ഫാമിലി പ്ലാനിങ് അതേപോലെ നിർബന്ധപൂർവം നടപ്പാക്കിയ സംസ്ഥാനങ്ങൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ്. അതിൽ മുന്നിൽ നിന്ന് നമ്മുടെ കേരളമാണ്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? കേരളത്തില് അത് വലിയ ക്യാമ്പയിനായി കൊണ്ട് നടന്നു, വലിയ പുരോഗമനമായി കൊണ്ട് നടന്നു. അത് സ്വാഭാവികമായും കേരളത്തിന്റെ ഡെമോഗ്രഫി കുറഞ്ഞു. അതിലേറ്റവും കുറവുള്ള ജില്ല പത്തനംതിട്ട ജില്ലയാണ്. പത്തനംതിട്ട ജില്ലയിൽ ലക്ഷക്കണക്കിന് വീടുകളാണ് ഇന്ന് ഒഴിഞ്ഞു കിടക്കുന്നത്, അല്ലെങ്കിൽ ഒരു അമ്മയും അച്ഛനും മാത്രമായി ജീവിക്കുന്നത്. വീടുകളിൽ നിന്ന് ഒന്ന് കുട്ടികളുടെ എണ്ണം കുറയുന്നു. അതോടൊപ്പം തന്നെ ഉള്ള കുട്ടികളാകട്ടെ മറ്റു രാജ്യങ്ങളിലേക്ക് പഠനാവശ്യാർത്ഥവും ജോലി ആവശ്യാർത്ഥവും പോകുന്നു. അങ്ങനെ വീടകങ്ങളിൽ മാതാപിതാക്കൾ വൃദ്ധസദനങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം നമ്മുടെ കേരളത്തിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്. ഈ സാഹചര്യം വന്നപ്പോഴാണ് സ്റ്റാലിൻ പറഞ്ഞ ഒരു കമന്റ് ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയായിരുന്ന സ്റ്റാലിൻ, അദ്ദേഹം പറഞ്ഞു, ഇനി ഇപ്പോഴത്തെ അവസ്ഥ റേഷ്യോ അനുസരിച്ച് തമിഴ്നാടിന് അർഹതപ്പെട്ട സ്ഥാനം കിട്ടണമെങ്കിൽ ഒരു വീട്ടിൽ മിനിമം 16 കുട്ടികൾ വേണമെന്നാണ് കണക്കാണ്. 16 കുട്ടികൾ വേണം. ഒരു കൂടുതൽ കുട്ടികൾ പ്രസവിക്കണം. അവൾ നല്ല സ്ത്രീയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്. പക്ഷെ അത് പറഞ്ഞാൽ എന്ത് ഇതുവരെ പറഞ്ഞിരുന്നത്? പന്നികൾ പ്രസവിച്ചു കൂട്ടുന്നത് പോലെ ഇവിടെ മുസ്ലിങ്ങൾ ഇങ്ങനെ പ്രസവിച്ചു കൂട്ടുകയാണ് അല്ലേ? ആക്ഷേപം കിട്ടിയിരുന്നില്ല? നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്നാ ഇതെന്തിനാ ഞാൻ ഈ ആശയം പറഞ്ഞു? ഒരു കാര്യം ബോധ്യപ്പെടുത്താനാണ്. അത് നമ്മുടെ മൈൻഡിൽ തോന്നുന്ന, മനുഷ്യന്റെ മനസ്സിൽ തോന്നുന്ന തീരുമാനങ്ങൾ നടപ്പാക്കിയാൽ അത് റിവേഴ്സ് ആക്ഷനിൽ വരും. എന്നാൽ റബ്ബ്, നമ്മുടെ സ്രഷ്ടാവിന്റെ തീരുമാനത്തിൽ നമ്മൾ നിന്ന തുടക്കത്തിൽ നമുക്ക് തോന്നുന്നത് മോശമാണ്, പക്ഷെ അതാണ് സത്യം. ولا تقتلوا أولادكم خشية إملاق نحن نرزقهم وإياكم إن قتلهم كان خطأ كبيرا. ഈ ആയത്ത് ഇന്നലെ ഇറങ്ങിയതല്ല, കഴിഞ്ഞ മാസം ഇറങ്ങിയതല്ല, കഴിഞ്ഞ വർഷം ഇറങ്ങിയതല്ല, കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇറങ്ങിയതല്ല, മറിച്ച് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 1400 വർഷങ്ങൾക്ക് മുമ്പ് കാട്ടറബികൾക്കിടയിൽ ഇറങ്ങി വന്ന ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ ലോകം കേട്ടതാണ്. എന്താണ് ആയത്തിന്റെ അർത്ഥം? വലാ തഖ്തുലൂ ഔലാദകും ഖശിയത ഇംലാഖ്. ദാരിദ്ര്യം ഭയന്നുകൊണ്ട്, വിഭവങ്ങൾ കുറഞ്ഞു പോകുമെന്ന് കരുതി നിങ്ങൾ ഒരിക്കലും നിങ്ങളെ സന്താനങ്ങളെ നിങ്ങൾ കൊന്നുപോകരുത്, അവരെ ഇല്ലായ്മ ചെയ്യരുത്. ഫലാ തഖ്തുലൂ ഔലാദകും ഖശിയത ഇംലാഖ്. കാരണം എന്താ? നഹ്നു നർസുഖുഹും വഇയ്യാകും. നിങ്ങൾക്കും അവർക്കും ഭക്ഷണം നൽകുന്നത്, അന്നം നൽകുന്നത്, ഉപജീവനം നൽകുന്നത് നാം ആകുന്നു. ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറാ. നിശ്ചയമായും കൊല നടത്തുക എന്നത് അത് വലിയ അക്രമമാകുന്നു. പഴയ ജാഹിലിയ കാലഘട്ടങ്ങളിൽ, ആ ഇരുണ്ട കാലഘട്ടങ്ങളിൽ പെൺകുട്ടി പിറന്നു എന്നതിന്റെ പേരിൽ അതിന് ജീവനോടുകൂടി കുഴിച്ചു മൂടിയിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ, ഈ ലോകം പുരോഗമിച്ചിട്ടും ഈ ഫാമിലി പ്ലാനിങ്ങിന്റെ പേരിൽ നമ്മുടെ കേരളത്തിലും ലോകത്തും മൊത്തത്തിലും എത്രയെത്ര കുഞ്ഞുങ്ങളെയാണ് അബോർഷൻ നടത്തിയിരിക്കുന്നത്. പുറത്തു വരാൻ പോലും സമ്മതിക്കാതെ 4 മാസമായ, 5 മാസമായ, 8 മാസമായ കുട്ടികളെ ജ്യൂസ് അടിക്കുന്നത് പോലെ അവരുടെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ വെച്ചുകൊണ്ട് ഇല്ലായ്മ ചെയ്തുകൊണ്ട് രക്തത്തിന്റെ പുഴയൊഴുക്കി അങ്ങനെ എത്രയെത്ര കുഞ്ഞുങ്ങളെ നമ്മൾ കൊന്നു കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ പുരോഗമനം പ്രസംഗിച്ചു. ഈ കാര്യം ചെയ്യരുത്. കുട്ടികൾ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ സ്വത്താണ്. മാൻ പവർ എന്ന് പറയുന്നത്, ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് ഭീഷണിയായി കാണേണ്ടതല്ല, അത് വെല്ലുവിളിയായി കാണേണ്ടതല്ല.
അതൊരു രാജ്യത്തിന്റെ അസറ്റാണ്. ഒരു രാജ്യത്തിന് ബുദ്ധിയുള്ള ഭരണാധികാരികൾ ഉണ്ടെങ്കിൽ ആ മാൻ പവറിനെ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. കാരണം ഒരു മനുഷ്യക്കുഞ്ഞ് ഈ ലോകത്തേക്ക് ജനിച്ചു വീഴുമ്പോ അവന് വെറും വായ മാത്രമല്ല ഉള്ളത്, ഭക്ഷണം കഴിക്കാനുള്ള വായ മാത്രമല്ല ഉള്ളത്, അവന് പണിയെടുക്കാനുള്ള 2 കൈയുണ്ട്, അവന് നടക്കാനുള്ള 2 കാലുണ്ട്, അവന് കേൾക്കാനുള്ള കാതുകളുണ്ട്, അവന് മുഴുവൻ കാണുവാനുള്ള കണ്ണുകളുണ്ട്. സൂപ്പർ പവർ കമ്പ്യൂട്ടറിനെ പോലും വെല്ലുന്ന രീതിയിലുള്ള നല്ല മസ്തിഷ്കമുണ്ട്, ചിന്തകളുണ്ട്. ഈ പ്രതിസന്ധികളെ മറികടന്ന് മുന്നോട്ട് പോകുവാനുള്ള കണ്ടെത്തലുകൾ നടത്താൻ പറ്റുന്ന ദിശനാശേഷിയുണ്ട്. അങ്ങനെയുള്ള മക്കളാണ് ഉയർന്നു വരുന്നത്. അവരെ കൊല്ലുകയല്ല വേണ്ടത്, അവരെ ഇല്ലായ്മ ചെയ്യുകയല്ല വേണ്ടത്. അവർക്ക് കൃത്യമായി അവരുടെ ബുദ്ധിയെ, അവരുടെ കാര്യശേഷിയെ, അവരുടെ വിഭവശേഷിയെ കുടുംബത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, സ്ഥാപനത്തിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നിടത്താണ് ഭരണകൂടം വിജയിക്കേണ്ടത്. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് പറഞ്ഞപ്പോ അത് 6-ാം നൂറ്റാണ്ടിലെ അപരിഷ്കൃതരായ, പരിഷ്കരിക്കാത്ത ജനങ്ങളുടെ കാഴ്ചപ്പാടാണ് എന്ന് പറഞ്ഞ് കളിയാക്കിയ ചൈനയാകട്ടെ, ജപ്പാനാകട്ടെ, ജർമ്മനിയാകട്ടെ, റഷ്യയാകട്ടെ, എന്തിനധികം നമ്മുടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാകട്ടെ, നമ്മുടെ കേരളത്തിലുള്ള ഓരോരുത്തരുമാകട്ടെ, ഇപ്പോഴും സർക്കാർ ഹോസ്പിറ്റലുകളിൽ, ഹെൽത്ത് സെന്ററുകൾക്ക് മുമ്പിൽ ആ കുടുംബാസൂത്രണത്തെ പ്രൊമോട്ട് ചെയ്യുന്ന പോസ്റ്ററുകൾ നമുക്ക് കാണാം. പഴയ പോസ്റ്ററുകൾ ഇപ്പോഴും മാഞ്ഞു പോയിട്ടില്ല. ഇപ്പോഴും ജനസംഖ്യാ ദിനത്തിന്റെ ആചരിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് അസംബ്ലിയിൽ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എന്താ? പ്രതിജ്ഞകളിൽ അകപ്പെട്ടിരിക്കുന്നത് എന്താ? ഉൾക്കൊണ്ടിരിക്കുന്ന ആശയം എന്താ? ജനസംഖ്യ വർദ്ധിക്കുന്നുവെന്നത് നാടിന് ആപത്താണ് എന്നതാണ്. ഇതൊക്കെ ഉണ്ടായിട്ടും ഇത് തിരുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇനി വരുന്ന ഗവൺമെന്റെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് കൃത്യമായി തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട്. ഞാൻ ഈ ആശയം വാടാനപ്പള്ളി അങ്ങാടിയിൽ വെച്ചുകൊണ്ട് പറഞ്ഞതൊരു കാര്യം നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ്. അതായത് നമ്മൾ വലിയ ബുദ്ധിമാന്മാരാണെന്ന് നമ്മൾ വിചാരിക്കണ്ട. മനുഷ്യൻ ദുർബലനാണ്. എന്താ ദുർബലത? നമുക്കൊരു കാര്യം തീരുമാനിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. എന്താ പഞ്ചേന്ദ്രിയങ്ങൾ? നമ്മുടെ കണ്ണിലൂടെ കിട്ടുന്ന വിവരം, കേൾവിയിലൂടെ കിട്ടുന്ന വിവരം, തൊട്ടുകൊണ്ട് അറിയാവുന്ന വിവരം, അതുപോലെ ത്വക്കിലൂടെ കിട്ടുന്ന വിവരം, മണത്തുകൊണ്ട് അറിയാവുന്ന വിവരം. ഇങ്ങനെ ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന വിവരമല്ലാതെ ഒന്നുമില്ല. അപ്പൊ എനിക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കുറച്ച് ദൂരെ കാണുള്ളൂ. എന്റെ അപ്പുറത്തേക്ക് ആരാ വരുന്നു വെച്ചാൽ കാണാൻ കഴിയില്ല. എന്റെ കണ്ണിന്റെ പരിധി അവിടെ അവസാനിച്ചു. എന്തിനാ ഈ സ്പീക്കർ നമ്മൾ വെച്ച്? ഞാനിവിടുന്ന് സംസാരിച്ചാല് നിങ്ങൾക്ക് കേൾക്കൂല, അതിനൊരു പരിധി ഉണ്ട്. അത് കേൾക്കാനാണ് ഇപ്പൊ സ്പീക്കർ വെച്ചത്. ഈ സ്പീക്കറിനും പരിധി ഉണ്ട്. അത് ഏകദേശം അവിടെ വരെ ആ ശബ്ദം കേൾക്കുള്ളൂ, എന്റെ അപ്പുറത്തേക്ക് കേൾക്കൂല. നമ്മളെ കണ്ണിന് പരിധിയുണ്ട്, കാഴ്ചക്ക് പരിധിയുണ്ട്, എല്ലാത്തിനും പരിധിയുണ്ട്. അപ്പൊ നമുക്ക് വിവരങ്ങൾക്കും പരിധി ഉണ്ടാവും. കാരണം ഈ വാടാനപ്പള്ളിന്റെ കുറച്ച് അപ്പുറത്ത് കിടക്കുന്ന വിവരം നമുക്ക് അറിയില്ല, അതിന് പരിധി ഉണ്ടാവും. അതിനറിയണമെങ്കിൽ വേറെ സംവിധാനങ്ങളൊക്കെ വേണം. അത് ഇന്റർനെറ്റ് കട്ടായാൽ നമുക്ക് അറിയില്ല. അപ്പൊ മനുഷ്യന് അതിനനുസരിച്ച് വിവരങ്ങൾ കുറയും. അപ്പൊ ഈ വിവരങ്ങൾ, മനുഷ്യന് ശരിയായ വിവരം, അവൻ ആരാണ് മനുഷ്യൻ, അവൻ എന്തിനാണ് ഈ ഭൂമി ലോകത്ത് വന്നത്, അവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്, ഇതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരം അവൻ ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മാത്രം കണ്ടെത്താൻ കഴിയില്ല. അത് എവിടെ നിന്ന് കിട്ടണം? അത് വഹയിൽ നിന്ന് കിട്ടണം. അതിനാണ് ദിവ്യബോധനം. അതാണ് പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവ് പ്രവാചകന്മാര് മുഖേന കൊടുത്തിരിക്കുന്ന വഹയ് എന്ന് പറയുന്നത്. അതാണ് വേദഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. ആ വേദഗ്രന്ഥങ്ങളിൽ അവസാനത്തെ വേദഗ്രന്ഥത്തിന്റെ പേരാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ആ വിശുദ്ധ ഖുർആൻ എന്നിൽ നിന്നുള്ള ഹിദായത്ത് നിങ്ങൾക്ക് വന്നു കിട്ടിയാൽ, എന്നിൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് എത്തിച്ചേർന്നാൽ അതിനെ ആര് പിൻപറ്റുന്നുവോ അവർക്ക് ദുഃഖിക്കേണ്ടി വരില്ല, അവർക്ക് വിഷമിക്കേണ്ടി വരില്ല, അവർക്ക് പ്രയാസപ്പെടേണ്ടി വരില്ല, അവർക്ക് ഭയപ്പെടേണ്ടി വരില്ല, അവർക്ക് സമ്പൂർണമായ നിർഭയത്വം ഉണ്ടാകും. നിർഭയത്വമാണ് ഈ സന്ദേശ പ്രയാണത്തിന്റെ അടിസ്ഥാനപരമായ വിഷയം. നിർഭയത്വം തൗഹീദിലൂടെ, അഥവാ മനുഷ്യന് സമാധാനം ലഭിക്കുന്നത് ഏകദൈവ വിശ്വാസത്തിലൂടെ, ഈ പ്രപഞ്ചത്തിനൊരു നാഥനുണ്ടെന്ന് വിശ്വസിക്കുന്നതിലൂടെ, ആ നാഥൻ എന്നെ സദാസമയം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന വിശ്വാസത്തിലൂടെ, ഞാൻ ഏത് സമയത്തും ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു പോകാമെന്ന വിശ്വാസത്തിലൂടെ, ഞാൻ മരണപ്പെട്ടാൽ രണ്ടാമത് ഖബറിൽ എഴുന്നേറ്റ് വരുമെന്ന വിശ്വാസത്തിലൂടെ, അതിനുശേഷം മഹ്ശറയുണ്ട് എന്ന വിശ്വാസത്തിലൂടെ, അവിടെ സ്വർഗ്ഗ നരകങ്ങളുണ്ടെന്ന വിശ്വാസത്തിലൂടെ, ഇവിടെ ഞാൻ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ ശാശ്വതമായ സ്വർഗമുണ്ട്, ഇവിടെ ഞാൻ തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ശാശ്വതമായ നരകമാണുള്ളത്. ഈ വിശ്വാസം ഒരു മനുഷ്യന്റെ രൂഢമൂലമായി കഴിഞ്ഞാൽ
അവന്റെ വ്യക്തി ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാകും, അവന് നിർഭയത്വം ഉണ്ടാകും, അവൻ ഒരിക്കലും തന്നെ അവൻ അന്തം വിടുകയില്ല, അവൻ ഭയവിഹ്വലനാവുകയില്ല. ഇന്നെന്താ നമ്മൾ കാണുന്നത്? കറുത്ത പൂച്ച റോഡ് വിലങ്ങോടിയാൽ അവനതാ ഭയപ്പെടുന്നു. പോകുന്ന നേരത്ത് ആരെങ്കിലും ഒന്ന് തുമ്മിയാൽ ചില ആളുകൾക്ക് ഭയമാണ്. മുന്നിൽ ഒഴിഞ്ഞ പാത്രം ദൃശ്യമായാൽ ചില ആളുകൾക്ക് ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇറങ്ങുന്ന നേരം പിന്നിൽ നിന്ന് ആരെങ്കിലും ഒന്ന് വിളിച്ചാൽ ഇന്നത്തെ യാത്ര ശരിയാവില്ല എന്ന് തോന്നുകയാണ്. ഉപ്പുകൂട്ടി കൈതട്ടി വല്ല താഴെ സാധനങ്ങളും താഴെ വീണ് കഴിഞ്ഞാൽ അതോ എന്തോ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് എന്ന ബേജാറാണ്. കത്തി നിലത്ത് തറച്ചു വീണാൽ അതിലെന്തോ ശകുനമുണ്ടെന്നാണ് വിചാരിക്കുന്നത്. എരിയുന്ന വിളക്ക് പെട്ടെന്ന് അണഞ്ഞു പോയാൽ എന്തോ ഒരു അപകടം വരുന്നുണ്ടെന്നാണ് ചിലർ വിചാരിക്കുന്നത്. ഉമ്മറപ്പടിയിൽ കയറിയിരുന്നാൽ അത് ശകുനമാണെന്നാണ് കരുതുന്നത്. പ്രത്യേകമായ ഒരു പക്ഷി അസമയത്ത് കരഞ്ഞാൽ അതെന്തോ ഒരു ബുദ്ധിമുട്ട് കൊണ്ടുവരുമെന്നാണ് വിചാരിക്കുന്നത്. വീടിന്റെ വടക്ക് വശത്ത് ഒരു കാക്ക വന്നിരുന്ന് കരഞ്ഞാൽ എന്തോ ഒരു ബുദ്ധിമുട്ട് അതിലൂടെ വരുമെന്നാണ് കരുതുന്നത്. രാത്രി സമയങ്ങളിൽ മൂങ്ങയൊന്ന് മൂളിപ്പറന്നാൽ ഇതാ എനിക്ക് അസ്വസ്ഥത വർദ്ധിക്കുകയായി. വീട്ടുമുറ്റത്ത് ചെമ്പോത്ത് വന്നിരുന്നാൽ അതെന്തോ ഒരു ശകുനപ്പിഴയായി മാറി. തുടർച്ചയായി കണ്ണിങ്ങനെ തുടിച്ചുകൊണ്ടിരുന്നാൽ അതെന്തോ ഒരു അശുഭലക്ഷണമായി. അരയിൽ കെട്ടിയ ഏലസങ്ങാനും മറ്റുപോയാൽ ആകെ പരിഭ്രാന്തനായി. വസ്ത്രം അബദ്ധത്തിൽ മുള്ളുകൊണ്ടൊന്ന് കീറിയാൽ അത് ശകുനപ്പിഴയായി. കൈവെള്ളയിൽ ചൊറിച്ചിൽ അനുഭവപ്പെട്ടാൽ ചില ആളുകൾക്ക് എന്തോ ഒരു അസ്വസ്ഥതയാണ്. രോഗം മാറ്റാൻ ചരട് ജപിച്ച് കെട്ടിയില്ലെങ്കിൽ എന്റെ രോഗം മാറില്ല, സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പോയിട്ടും കാര്യമില്ല എന്ന വിചാരമാണ്. ആപത്ത് വരുമ്പോൾ ഏതെങ്കിലും ഒരു മന്ത്രവാദിയുടെ, ഏതെങ്കിലും ഒരു സിദ്ധന്റെ, ഏതെങ്കിലും ഒരാൾ ദൈവത്തിന്റെ അടുക്കൽ പോയിട്ടില്ലെങ്കിൽ വല്ലാത്ത അസ്വസ്ഥതയാണ്. കച്ചവടം കുറയുമ്പോൾ അവിടെ ഒരു തകിട് കെട്ടി തൂക്കിയിട്ടില്ല എങ്കിൽ ആ കച്ചവടം നടത്തുന്ന കച്ചവടക്കാരന് വല്ലാത്ത ബേജാറാണ്. പുതിയൊരു വാഹനം ലക്ഷങ്ങൾ കൊടുത്ത് റോട്ടിലിറക്കുമ്പോ അത് റോഡിൽ ഓടിക്കാൻ അറിഞ്ഞാൽ മാത്രം പോരാ, അതിന്റെ മുമ്പിൽ ഒരു കറുത്ത തുണിയോ ഒരു കറുത്ത മാലയോ ജപിച്ചുകൊണ്ട് കെട്ടിവെച്ചാൽ മാത്രമേ അവന് സമാധാനം കിട്ടുന്നുള്ളൂ. അല്ലേ? ഇങ്ങനെ പറഞ്ഞു പോകുകയാണെങ്കിൽ എന്താ നമ്മുടെ നാടിന്റെ അവസ്ഥ? ഇതെന്താ പ്രശ്നം എന്നറിയോ? ശരിക്കുള്ള ദൈവവിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട മുറപ്രകാരം അവർ മനസ്സിലാക്കിയില്ല എന്നതാണ്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? അതായത് നമ്മൾ അഭൗതികമായ മാർഗത്തിലൂടെ അഥവാ മറഞ്ഞ മാർഗത്തിലൂടെ, അദൃശ്യമായ മാർഗത്തിലൂടെ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ മാർഗത്തിലൂടെ നമ്മൾ ഒരു ശക്തിയെയും, ഒരു സൃഷ്ടിയെയും, ഒരു കല്ലിനെയും, ഒരു ഭസ്മത്തെയും, ഒരു ആൾത്താരയെയും, ഒരു ഖബറിനെയും, ഒരു ശൈഖിനെയും, ഒരു ജിന്നിനെയും, ഒരു മലക്കിനെയും, ഒന്നിനെയും നമ്മൾ ഭയപ്പെടേണ്ടതില്ല. ഏത് മാർഗത്തിലൂടെ? അഭൗതികമായ മാർഗത്തിലൂടെ അഥവാ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ വഴിയിലൂടെ. ഇതാണ് നിർഭയത്വമുള്ള വിശ്വാസം, ഇതാണ് തൗഹീദിന്റെ വിശ്വാസം. അവിടെ ആരെ നമ്മൾ ഭയപ്പെടേണ്ടതുള്ളൂ? അള്ളാഹുവിനെ മാത്രം. എനിക്ക് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ഒരു വഴിയിലൂടെ അഥവാ അഭൗതികമായ വഴിയിലൂടെ എന്നെ എന്തെങ്കിലും സഹായിക്കാൻ കഴിയുക റബ്ബിന് മാത്രമേ ഉള്ളൂ. എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ടുവരാൻ കഴിയുക എൻ്റെ റബ്ബിന് മാത്രമേ ഉള്ളൂ. അതൊരിക്കലും തന്നെ ഇവിടെയുള്ള മറ്റു സിദ്ധന്മാർക്കോ മന്ത്രവാദികൾക്കോ കുട്ടിച്ചാത്തന്മാർക്കോ സാഹിറന്മാർക്കോ ഒരാൾക്കും തന്നെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ വഴിയിലൂടെ എന്നെ രക്ഷിക്കാനോ ശിക്ഷിക്കാനോ കഴിയില്ല എന്നാണ് ഉറപ്പിച്ച് വിശ്വസിക്കുന്നതിന്റെ പേരാണ് ശരിക്കും തൗഹീദ് എന്ന് പറയുന്നത്. ഈ വിശ്വാസമുള്ള ഒരാൾക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല. രാത്രി കിടക്കുമ്പോൾ ആ പ്രാർത്ഥനയും ചൊല്ലിയാണ് കിടന്നാൽ ഉഷാറായിട്ട് അവൻ കിടന്നുറങ്ങും. രാവിലെ ആ പ്രാർത്ഥനയും ചൊല്ലി എഴുന്നേറ്റ് കഴിഞ്ഞാൽ മനസമാധാനത്തോടു കൂടി ജീവിതത്തിലേക്ക് കടക്കാൻ കഴിയും. അത്രക്ക് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മുന്നോട്ട് പോകാൻ കഴിയും ആ വിശ്വാസം. അപ്പൊ അത് വിചാരിക്കുമ്പോൾ ആൾക്കാർ എന്താ ഈ കാര്യകാരണ ബന്ധം, നിങ്ങൾ അങ്ങനെ വാക്ക് ഉപയോഗിച്ചാൽ നമുക്കത് മനസ്സിലാവില്ലല്ലോ എന്നുള്ളത്. ഞാൻ ഒറ്റ എക്സാമ്പിൾ മാത്രം പറയാം. ഉമ്മ മുറ്റം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. മുറ്റം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു 2-2.5 വയസ്സുള്ള ഒരു കുട്ടി ഇങ്ങനെ മെല്ലെ ഒരു കിണറിൻ്റെ പക്കത്ത് പോയിട്ട്, ആൾമറല്ലാത്ത കിണറിൻ്റെ പക്കത്ത് പോയിട്ട് അതിലേക്ക് ഇങ്ങനെ എത്തി നോക്കി. പിന്നെ അവിടെ ഇരുന്ന് ഒരു കാലയ്ക്ക് തൂക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പെട്ടെന്നാണ് ഉമ്മ അത് കണ്ടത്. അപ്പൊ ഉമ്മ പെട്ടെന്ന് എന്ത് പറഞ്ഞു? ബഷീറേ, കുട്ടി അതാ കിണറ്റിൽ വീഴാമോണോന്ന് പറഞ്ഞു, അവനെ പോയി രക്ഷിക്കേന്ന് പറഞ്ഞു. എന്താ ഉമ്മ അങ്ങനെ വിളിച്ചു പറയാൻ കാരണം എന്നറിയോ? ഈ കുട്ടിയുടെ വാപ്പയായ ബഷീർ അവിടെ ബെഡ്റൂമിലുണ്ട്. അപ്പോൾ ഉറക്കെ വിളിച്ചാൽ ആ ബെഡ്റൂമിക്ക് കേൾക്കും. കേട്ടാ ബഷീർ അവിടുന്ന് എഴുന്നേറ്റ് വരും. അവൻ വന്ന ശേഷം എന്ത് ചെയ്യും? ആ കുട്ടിയെ എടുത്തു കൊണ്ടുപോയി രക്ഷപ്പെടുത്തും. ഇത് കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിലുള്ള വിഷയമാണ്. വിഷയം മനസ്സിലായോ? എന്താ അവിടുത്തെ കാര്യം?
അവിടുത്തെ കാര്യം എന്ന് പറയുന്നത് കുട്ടി കിണറ്റിലേക്ക് വീഴാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ്. അതിനുള്ള കാരണം, അതിനെ രക്ഷപ്പെടുത്താനുള്ള കാരണത്തിന് വിളിക്കാൻ കാരണം എന്താ? അവന്റെ വാപ്പ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അവനെ വിളിച്ചാൽ കേൾക്കും എന്നുള്ളതാണ്. കേട്ടാ അവൻ വരും എന്നുള്ളതാണ്. വന്നാൽ ഈ കുട്ടിനെ എടുത്തുകൊണ്ട് പോകും എന്നുള്ളതാണ്. അപ്പൊ കാര്യവും കാരണവും ഒക്കെ ആയല്ലോ, നമുക്ക് സുതാര്യമാണ് വിഷയം. അപ്പൊ എങ്ങനെയാണ് ആ കുട്ടിനെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിൽ ഉള്ള വിഷയമാണത്. ആ വിളി ഒരിക്കലും തെറ്റല്ല, അത് ശിർക്കല്ല, അത് കുഴപ്പമുള്ള വിളിയല്ല, ആ സഹായതേട്ടം തെറ്റല്ല. കാരണം എന്താ? അത് കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിലുള്ളതാണ്. എന്നാൽ ഈ ബഷീർ എന്ന് പറഞ്ഞ ആള് മരണപ്പെട്ടു പോയിക്കണമെന്ന് വിചാരിക്കുക, ഇപ്പൊ അല്ല, ജീവിച്ചിരിക്കണില്ല. അപ്പോഴാണ് ഈ കുട്ടി എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ പോയിട്ട് ഈ ഒരു അവസ്ഥ ഉമ്മ കാണുന്നത്. അപ്പൊ ഉമ്മ വിളിച്ചു പറയാണ്, എന്റെ ബഷീറേ, എന്റെ കുട്ടിനെ കാക്കേ. അപ്പൊ ശിർക്കായി, അപ്പൊ തൗഹീദിൽ നിന്ന് പോയി. എന്തേ കാരണം? അത് കാര്യകാരണ ബന്ധത്തിന്റെ അപ്പുറത്തുള്ളൊരു വിളിയാണ്. എന്തേ അങ്ങനെ ആകാൻ കാരണം? ഉമ്മാന്റെ വിളി ബഷീർ കേൾക്കൂല, കാരണം ബഷീർ മരിച്ചുപോയ ആളാണ്. അതുകൊണ്ട് ഉമ്മാന്റെ വിളി കേൾക്കൂല എന്ന് മാത്രമല്ല, ബഷീറിന് വരാനും കഴിയില്ല, കുട്ടിനെ രക്ഷപ്പെടുത്താനും കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ബഷീറിന് കഴിയാത്തൊരു കാര്യം ആ ബഷീറിനോട് ആവശ്യപ്പെടുമ്പോൾ അതെന്തായി മാറി? അത് ശിർക്കായി മാറി. അഥവാ കാര്യകാരണ ബന്ധത്തിന്റെ അതീതമായി നമ്മളെ രക്ഷിക്കാനും ശിക്ഷിക്കാനും ഒക്കെ അള്ളാഹ്ക്ക് മാത്രമേ കഴിയൂ എന്ന വിശ്വാസം അവിടെ നഷ്ടപ്പെട്ടു പോയി. അത് മരിച്ചു പോയവർക്കും കഴിയുമെന്ന് നമ്മൾ വകവെച്ചു കൊടുത്തു. അതുകൊണ്ടാണ് മുയദ്ദീൻ ഷേഖെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്നിങ്ങനെ വിളിക്കാൻ പാടില്ല. കാരണം അവരോട് ആദരവില്ലാത്തത് കൊണ്ടല്ല, അവരെ ബഹുമാനിക്കാത്തത് കൊണ്ടല്ല. അവരാദരിക്കണം, ബഹുമാനിക്കണം. പക്ഷേ അവര് വഫാത്തായി പോയിട്ടുണ്ട്. ഇനി അവരോടല്ല നമ്മൾ പറയേണ്ടത്, അവരെ സൃഷ്ടിച്ച അള്ളാഹുവിനോടാണ്, അവർ പ്രാർത്ഥിച്ച അള്ളാഹുവിനോടാണ്. ഇതാണ് തൗഹീദ് എന്ന് പറയുന്നത്. അപ്പൊ ആ തൗഹീദിൽ വിശ്വസിക്കുമ്പോൾ മാത്രമേ നമുക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ, നമുക്ക് നിർഭയത്വം ഉണ്ടാവുകയുള്ളൂ എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ചുരുക്കം കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതായത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഒരു രക്ഷയും ഒരു ശിക്ഷയും തരാൻ വേറെ ആർക്കും കഴിയില്ല, അള്ളാഹ്ക്ക് മാത്രമേ കഴിയൂ. ഈ തൗഹീദ് സുഹൃത്തുക്കൾ നമ്മൾ മനസ്സിലുണ്ടായാൽ നമുക്ക് ഒരു പേടിയില്ല. ഒരു കറുത്ത പൂച്ച ഇതിലാണ് പാഞ്ഞാൽ അതാണ് പോയിക്കോട്ടെ, എന്നിട്ട് വണ്ടിന് പോകും, ഒരു പ്രശ്നമില്ല. കാരണം എന്താ? എനിക്ക് അഭൗതികമായ മാർഗത്തിലൂടെ ഒരു പ്രശ്നം കൊണ്ടുവരാൻ ആ കറുത്ത പൂച്ചക്ക് കഴിയില്ല, ഒരു കോഴിമുട്ടക്ക് കഴിയില്ല, ഒരു സാധനത്തിനും കഴിയില്ല, ഒരു മന്ത്രവാദിക്കും കഴിയില്ല. പിന്നെ അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലോ അത് കാര്യകാരണ ബന്ധത്തിനുള്ളിലുള്ള കാര്യങ്ങളായിരിക്കും, അതിന്റെ അപ്പുറത്തേക്ക് കഴിയില്ല. പിന്നെന്തിനാ? ഒരു പാമ്പ് ഈ പിന്നെ അവിടുന്ന് ഒരു ബാക്കിൽ ഒരു പാമ്പ് ഇപ്പൊ ഈ കസേരന്റെ അടിയിൽ കൂടി വന്നു വിചാരിക്കും. പെട്ടെന്ന് അത് കണ്ട് ഞങ്ങളവിടെ ഇരിക്കോ? എനിക്കൊരു പേടിയില്ല, ഭയങ്കര നിർഭയത്തുള്ള ആളാണെന്ന് ഇരിക്കോ? ഇല്ല അല്ലേ? എല്ലാവരും എഴുന്നേറ്റ് ഓടും. ഞാൻ അവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ പ്രസംഗിക്കുന്നുണ്ടാവും, നിങ്ങളെല്ലാവരും കസേര എടുത്ത് അങ്ങോട്ട് ഓടും, വടി എടുത്തിട്ട് തച്ചിട്ടു അല്ലേ, ഓടിയിട്ടു, ആകെ പ്രശ്നമാവും. നിങ്ങൾ പേടിച്ചോ അല്ലേ? പേടിക്കാതെ അല്ലേ? അത് കാര്യകാരണ ബന്ധത്തിന് ഉള്ളിലുള്ള പേടിയാണ്. ഏത്? പാമ്പിനെ പേടിക്കലും, പൂച്ചനെ പേടിക്കലും, നരിനെ പേടിക്കലും, ആനെ പേടിക്കലും ഒക്കെ അത് കടിക്കും, അവിടെ പേടിയാണ്. അപ്പൊ അതിനെ പ്രതിരോധിക്കാൻ എന്താ മാർഗം? അതിന് ആ രീതിയിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ആ പേടി ശിർക്കല്ല. എന്നാൽ നമുക്കൊരു ഗുണം വരാൻ, ഒരു ദോഷം തടുക്കാൻ ഒരു പാമ്പിന്റെ രൂപം ഉണ്ടാക്കിയിട്ട് ഒരു സർപ്പക്കാവ് ഉണ്ടാക്കി അവിടെ കൊണ്ടൊന്ന് പ്രതിഷ്ഠിച്ച് രാവിലെ അതിൻ്റെ അടുത്ത് പോയിട്ടൊന്ന് ഇങ്ങനെ തൊഴുത് അതിനോടൊന്ന് പ്രാർത്ഥിച്ചാലേ എനിക്കിന്നൊരു ഒരു ഒരു നിർഭയത്വം കിട്ടുള്ളൂ എന്ന് നമ്മൾ വിശ്വസിച്ചാലോ അത് കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ള പേടിയായി. എങ്ങനെ ആ പാമ്പ് ഇതാക്കിയിട്ട് എന്താ അതിൻ്റെ ലോജിക്ക്? എന്താ? ഒരു ലോജിക്കില്ല. അപ്പം ആ വിശ്വാസം ആരെ കൊണ്ടേ പാടുള്ളൂ? അള്ളാഹുവിനെ പാടുള്ളൂ. അത് പാമ്പിലാക്കാം. അപ്പം അതെന്തായി? അത് ആ ഭൗതിക മാർഗത്തിലൂടെയുള്ള ഒരു പേടിയായി. ആ പേടി ശിർക്കാണ്, അതുകൊണ്ടാണ് പാടില്ല എന്ന് പറയുന്നത്. എന്നാൽ ആ പാമ്പ് ജീവനോട് കൂടി വരികയാണെങ്കിലോ അത് കാര്യകാരണ ബന്ധത്തിന് ഉള്ളിലുള്ള പേടിയാണ്, അപ്പോൾ ശിർക്കല്ല. എത്ര വ്യക്തമാണ് വിഷയം നോക്കി നിങ്ങൾ. അത് ഏത് സൃഷ്ടിയാകട്ടെ ആ സൃഷ്ടികൾക്കൊക്കെ ബാധകമാണ്, അത്രേ ഉള്ളൂ. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ തൗഹീദിന്റെ വിഷയം വളരെ ക്ലാരിറ്റിയായി. അങ്ങനെയുള്ള ഒരു മനുഷ്യന്, ഒരു സിദ്ധനും ഒരു ബീവിക്കും ഒരു കുട്ടിച്ചാത്തനും ഒരാൾക്കും അവരെ ആത്മീയ ചൂഷണത്തിന് വല വിരിച്ച് അവരെ കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നിർഭയത്വം, സമ്പൂർണ്ണ നിർഭയത്വം തൗഹീദിലൂടെ മാത്രമേ കിട്ടൂ. അതുകൊണ്ട് ഈ തൗഹീദിലേക്ക് നമ്മൾ വരണം സുഹൃത്തുക്കളെ. എല്ലാ പ്രവാചകന്മാരും, ഇപ്പൊ ചില ആൾക്കാർ ഇതൊക്കെ ഞാൻ പ്രസംഗിക്കുമ്പോൾ പറയും, ആദ്യമൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ മൂപ്പര് ബദരീങ്ങളെ കുറ്റം പറയാണ്, മൊയ്തീൻ ഷേഖിനെ കുറ്റം പറയാണ് അല്ലേ, അത് വേണ്ടിയെന്ന് പറയും. ഈ മുജാഹിദീങ്ങൾക്ക് പരിപാടി വെച്ചാൽ അവർക്ക് തൗഹീദ് തൗഹീദ് എന്നല്ല വേറൊന്നുമില്ല എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരോട് പറയാം, ഇവിടെ വന്ന പ്രവാചകന്മാരെല്ലാവരും ജനങ്ങളോട് പ്രഥമവും പ്രധാനവുമായി പറഞ്ഞ കാര്യം എന്താ? നിങ്ങൾ അള്ളാനെ മാത്രം ആരാധിക്കണം എന്നാണ്.
നൂഹ് നബി പറഞ്ഞു ഖാല യാ ഖൗമി ഉഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കും, അവനല്ലാതെ നിങ്ങൾക്ക് യാതൊരു ദൈവവുമില്ല. പിന്നെ വന്ന ഹൂദ് നബി യാ ഖൗം ഉഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു അഫലാ തത്തഖൂൻ. സ്വാലിഹ് നബി യാ ഖൗം ഉഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു ഹുവ അൻശഅകും മിനൽ അർദ്. ഇബ്രാഹിം നബി വഇബ്രാഹീമ ഇദ് ഖാല ലിഖൗമിഹി ഉഅ്ബുദുല്ലാഹ വത്തഖൂ. ശുഐബ് നബി അലൈഹിസ്സലാം യാ ഖൗമി ഉഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വഖാല അൽ മസീഹ് യാ ബനി ഇസ്രായീല ഉഅ്ബുദുല്ലാഹ റബ്ബി വറബ്ബക്കും. ഇങ്ങനെ നോക്കൂ നിങ്ങൾ. ഇനി ആർക്കാലും വേറെയുള്ള പ്രവാചകന്മാരൊന്നും തൗഹീദ് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് ആർക്കാലും തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഉള്ള മറുപടിയാണ് ഖുർആൻ പറഞ്ഞത്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. ഞാനല്ലാതെ യാതൊരു ദൈവവുമില്ല, അതിനാൽ എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കൂ എന്ന വഹ്യ് നൽകിക്കൊണ്ടല്ലാതെ നിനക്ക് മുമ്പ് ഒരു ദൂതനെയും ഒരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല. എല്ലാ സർവ്വ പ്രവാചകന്മാരും അവരുടെ പ്രബോധിത വിഭാഗത്തോട് വന്ന് പ്രബോധനം നടത്തിയ കാര്യമാണെന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത്. ഖുർആനിൽ ഇഷ്ടം പോലെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ ഏതെങ്കിലും ഒരു പ്രാർത്ഥന ഇബ്രാഹിം നബിയെ കാക്കണമെന്നുണ്ടോ? മൂസാ നബിയെ രക്ഷിക്കണമെന്നുണ്ടോ? മറിയം ബീവിയെ കാക്കണമെന്നുണ്ടോ? ഏതെങ്കിലും മൺമറഞ്ഞു പോയ പ്രവാചകന്മാരോടുണ്ടോ? ഇല്ല. വഖാല റബ്ബുകും ഉദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ നാഥൻ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. തീർച്ചയായും ഞാൻ ഏറ്റവും അടുത്തുള്ളവനാകുന്നു, പ്രാർത്ഥിക്കുന്നവർ എന്നോട് പ്രാർത്ഥിക്കട്ടെ എന്നാണ്. റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ. ഞങ്ങളുടെ നാഥാ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളുടെ തിന്മകൾ നീ മായ്ച്ചു കളയുകയും ചെയ്യണമേ. സന്താനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്താ? റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുരിയതി. എൻ്റെ നാഥാ, എന്നെയും എൻ്റെ സന്തതികളെയും നമസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ എന്നാണ്. ഇങ്ങനെയാണ് തുടങ്ങിയ സുഹൃത്തുക്കളെ എല്ലാ പ്രാർത്ഥനയും ഖുർആനിലും ഹദീസിലും ഒക്കെ ഉള്ള പ്രാർത്ഥന അല്ലാഹുവിനോടാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ പരിപാടി വെച്ച് ഇത്രയേ ഉള്ളൂ. നമ്മൾ മരിച്ചു പോകുമ്പോൾ നമുക്ക് സ്വർഗം കിട്ടണം, നരകത്തിൽ രക്ഷപ്പെടണം. അതിനെന്ത് വേണം? നമ്മുടെ വിശ്വാസത്തിൽ മായം കലരാൻ പാടില്ല, ശിർക്ക് ഒരിക്കലും ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഏകനായ അള്ളാഹിനോട് മാത്രം നമ്മൾ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ ഇൻഷാ അള്ളാഹ് ഈ ലോകത്തും നമുക്ക് സമാധാനം നിർഭയത്തുണ്ടാകും, നാളെ പരലോകത്ത് സമ്പൂർണ്ണമായ സമാധാനം ഉണ്ടാകും. ആ സന്ദേശം കേരളത്തിലെല്ലായിടത്തും എത്തിക്കാൻ വേണ്ടിയാണ് അഹ്ലുസുന്ന ആദർശ പ്രയാണം എന്ന പേര് വെച്ചുകൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മൾ നിർഭയത്വം തൗഹീദിലൂടെ എന്ന ഒരു പ്രമേയം മുൻനിർത്തിക്കൊണ്ട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എല്ലാ മണ്ഡലങ്ങളിലും, ചെറിയ പ്രദേശങ്ങളിൽ, അങ്ങാടികളിൽ, ഗ്രാമപ്രദേശങ്ങളിലെല്ലാം ഈ പ്രോഗ്രാമുമായി അൽഹംദുലില്ലാഹ് മുന്നേറുന്നത്. ഞാൻ ഇന്നിവിടെ പ്രസംഗിക്കുന്ന ഇതേ സമയത്ത് തന്നെ കേരളത്തിൽ എത്രയോ പ്രദേശങ്ങളിൽ ഇതുപോലെ നമ്മുടെ പ്രഭാഷകന്മാർ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയുന്നത്, ഈ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുക. ഇത് സ്വകാര്യ സ്വത്തായി സൂക്ഷിക്കുകയല്ല വേണ്ടത്, ഇത് നമ്മുടെ കുടുംബങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക, അയൽപ്പക്കക്കാർക്ക് എത്തിച്ചു കൊടുക്കുക, നാട്ടുകാർക്ക് അറിയിച്ചു കൊടുക്കുക. കാരണം ഇനിയൊരു പ്രവാചകൻ വരാനില്ല. ഇനി ഈ കാര്യം അറിഞ്ഞ ആൾക്കാരായ നമ്മൾ ഓരോരുത്തരും വേറുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. അതിനാണ് ഇസ്ലാമിക പ്രബോധനം എന്ന് പറയാം. അത് കുട്ടികൾക്കിടയിൽ നടത്താൻ വേണ്ടിയാണ് വിസ്ഡം സ്റ്റുഡൻസ് എന്ന സംഘടന രൂപീകരിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി യുവാക്കൾക്കിടയിൽ എത്തിക്കാൻ വേണ്ടിയാണ് വിസ്ഡം യൂത്ത്. അതിൽ സ്ത്രീകൾക്കിടയിൽ എത്തിക്കാൻ വേണ്ടിയാണ് വിസ്ഡം വിമൺ. പെൺകുട്ടികൾക്കിടയിൽ എത്തിക്കാൻ വേണ്ടിയാണ് വിസ്ഡം ഗേൾസ്. ഇതിനെല്ലാം പാരന്റ് ഓർഗനൈസേഷൻ ആയിക്കൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന ഇതിൻ്റെ ഈ ഒരു മാതൃസംഘടന രൂപീകരിച്ചിരിക്കുന്നത്. ഇത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ജാമിയ അൽ ഹിന്ദ് എന്ന് പറയുന്ന മഹിതമായ ഒരു സ്ഥാപനം നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ മുക്കം ഗ്രീൻ വാലി ക്യാമ്പസിൽ പ്രത്യേകമായി മതപഠനവും ഭൗതിക പഠനവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന സ്ഥാപനമുള്ളത്. ഇത് 24 മണിക്കൂറും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി, ഓൺലൈനിൽ കേൾക്കാൻ വേണ്ടിയാണ് പീസ് റേഡിയോ എന്ന് പറയുന്ന നമ്മുടെ സംവിധാനം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ഇവിടെ നടന്ന പ്രസംഗം, ഇതുപോലെയുള്ള പ്രഭാഷണങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ നിങ്ങളെ പ്ലേ സ്റ്റോറിൽ പോയി പീസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്യാം. ഒരു പച്ച എംബ്ലം വരും.
അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂറും ഇതുപോലെയുള്ള ഉപദേശങ്ങൾ നിങ്ങൾ കുട്ടികൾക്ക് ആവശ്യമുള്ള, കുടുംബങ്ങൾക്ക് ആവശ്യമുള്ള, കുടുംബജീവിതത്തിന് ആവശ്യമുള്ള, നിങ്ങൾക്ക് വ്യത്യസ്തമായ ഇസ്ലാമിക കാര്യങ്ങൾ പഠിക്കാൻ ആവശ്യമായ കോഴ്സുകൾ എല്ലാം കിട്ടുന്ന 24 മണിക്കൂറും കിട്ടുന്ന ഓൺലൈൻ റേഡിയോ, ലക്ഷക്കണക്കിന് ആളുകൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ഓൺലൈൻ റേഡിയോ ആണ് പീസ് റേഡിയോ. അത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ കിട്ടും. അതുപോലെ ജമീൽ ആപ്പ് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ തുടങ്ങി ഇതിൻ്റെ നേർപ്പദം എന്ന് പറയുന്നതിൻ്റെ വാരിക, ഇതിൻ്റെ മുഖപത്രമാണ്. ഇതുപോലെ വിസ്ഡം ബുക്സ് ഇതിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന പുസ്തകാലയമാണ്. അങ്ങനെ തുടങ്ങി കേരളത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും അതിശക്തമായ യൂണിറ്റുകളും മണ്ഡലങ്ങളും ജില്ലയുമായി ശക്തമായൊരു പ്രബോധന സംവിധാനമായി ഇത് മുന്നോട്ട് പോകുന്നു. നിങ്ങൾ ഇതിനോടൊപ്പം ചേരുക. ഇതിലാളെ കൂട്ടാനല്ല, മറിച്ച് നിങ്ങൾക്ക് ഇസ്ലാമിക ദഅവത്തിൽ പങ്കാളികളാകാൻ വേണ്ടി. അതല്ലാതെ എനിക്ക് അറിവില്ല, വിവരമില്ല, അതുകൊണ്ട് സംഘടനയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറി നിന്നാൽ എന്താ സംഭവിക്കുക എന്നറിയോ? നമ്മളെ വരുന്ന തലമുറയും കുട്ടികളും ആളുകളും ഈ രംഗത്തേക്ക് വരാൻ കഴിയില്ല. കാരണം നമ്മൾ ഒരു നന്മ മനസ്സിലാക്കി കഴിഞ്ഞാൽ നന്മയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മളെ കുടുംബത്തിനോട് പറയില്ലേ? അത് നമ്മൾ സ്വകാര്യ സ്വത്തായിട്ട് വെക്കുമോ? സ്വർഗ്ഗമുണ്ട് നരകമുണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ? ഒന്നും വേണ്ട. നമ്മളൊരു റോട്ടിൽ കൂടി പോയിട്ട് അവിടെ ഒരു മൂർഖൻ പാമ്പിനെ കണ്ടു, അതിലൂടെ പോകാൻ കഴിയണില്ല. അപ്പോൾ നമ്മൾ വണ്ടി തിരിച്ചു പോകുന്നു. അപ്പോൾ വേറൊരാളെ ആ വഴിക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? നോക്കട്ടോ, അവിടെ ഒരു പാമ്പുണ്ട്, പോകരുത് എന്ന് പറഞ്ഞു. നമ്മൾ അയാളെ പരിചയമൊന്നുമില്ല നമുക്ക്, പക്ഷേ പരിചയമില്ലായിട്ട് നമ്മൾ അയാളോട് പറഞ്ഞില്ലേ? അതെന്തേ? അത് മനുഷ്യന്മാർ തമ്മിലുള്ള ഒരു സ്നേഹമാണ്, വേറൊന്നുമല്ല. ഒരു ബൈക്ക് ഇതിലെ പോകുമ്പോൾ സ്റ്റാൻഡ് തട്ടാതെ പോവുകയാണെങ്കിൽ നമ്മൾ കണ്ടാൽ ഉടനെ കൈ കൊട്ടി ആർത്ത് വിളിക്കും അല്ലേ? അയാൾ ഏത് നാട്ടുകാരനാന്ന് പോലും നമുക്കറിയില്ല. കാരണം എന്താ? ആ സ്റ്റാൻഡ് തട്ടാതെ പോയി അവിടെ സ്പീഡ് പോയി അവിടെ വീണ് കഴിഞ്ഞാൽ അത് കാണാനേ നമുക്കാവില്ല. എന്നാൽ ഇതിലേറെ സുഹൃത്തുക്കളെ, ആ കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം അത് മനസ്സിലാക്കി വെച്ചിട്ട് ഈ തൗഹീദ് നമ്മളെ മനസ്സിലുണ്ടായിട്ട് ഇതാർക്കും പറഞ്ഞു കൊടുക്കാതെ, ഇതിൻ്റെ ബാധ്യതയല്ല, അതിന് സംഘടന രൂപീകരിക്കാൻ പാടില്ല, അതിന് ശൂറ പാടില്ല, മീറ്റിംഗ് പാടില്ല, അതൊക്കെ വിദേഹത്താണ്, അത് ശരിയല്ല, അത് തെറ്റാണ്, അത് കുറ്റമാണ് എന്ന രീതിയിൽ ഒരു ആഖ്യാനത്തിലേക്കൊന്നും നമ്മൾ ആരും പോകാൻ പാടില്ല. നമ്മൾ ശരിക്ക് വസ്തുനിഷ്ഠമായി എപ്പോഴാണ് മരിക്കുക എന്നറിയില്ല. നമ്മൾ ആ സമയം വരെ പ്രവാചകന്മാർ നിർവഹിച്ച ആ ദൗത്യം നമ്മൾ നിർവഹിക്കുക. നമ്മളെ കൊണ്ട് കഴിവിൻ്റെ പരമാവധി ദീന് പഠിക്കുക. പഠിച്ച കാര്യം നമ്മൾ പറയാം, അറിയാത്ത കാര്യം അറിയില്ല എന്ന് പറയാം, അതൊരു വലിയ അറിവാണ്. അങ്ങനെ വിനയത്തോടു കൂടി നമ്മൾ ഇത്തരം സംവിധാനങ്ങളോടൊപ്പം കൂട്ടായ്മയോടൊപ്പം ചേർന്ന് ഇനിയുള്ള ദിവസങ്ങൾ, മാസങ്ങൾ, മരിക്കുന്നത് വരെ ഈ ദഅവത്തിന് വേണ്ടി നമ്മൾ ഒഴിവ് സമയം നമ്മൾ നീക്കി വെക്കുക. അതിനിടക്ക് നമ്മൾ മരിച്ചു പോയാൽ നമ്മുടെ ഒരു ലഘുലേഖ കൊണ്ട്, പ്രസംഗം കൊണ്ട്, പ്രഭാഷണം കൊണ്ട്, സ്കോഡ് വർക്ക് കൊണ്ട് ആർക്കൊക്കെ ഹിദായത്ത് കിട്ടിയോ അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലം നമുക്ക് ഇൻഷാ അല്ലാഹ് കിട്ടും. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. അതായത് നിങ്ങളെ മരിച്ചതിന് ശേഷം ജീവിപ്പിക്കുന്നത് നാമാണ്. നിങ്ങൾ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ രേഖയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അത് മാത്രമല്ല, അതിൻ്റെ അനന്തരഫലങ്ങൾ കൂടി രേഖപ്പെടുത്തുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മളിവിടെ ഒരു പള്ളി ഉണ്ടാക്കി, ഒരു മദ്രസ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഉണ്ടാക്കി, ഇതിൻ്റെ പ്രബോധനം നടത്തി, ഒരു പ്രഭാഷണം നടത്തി, അത് കേട്ട് എന്തൊക്കെ ആരൊക്കെ നന്നാവണോ അതിൻ്റെയൊക്കെ കൂലി നമുക്ക് മരിച്ചു പോകുമ്പോൾ ഖബർ കിടക്കുമ്പോൾ കിട്ടും. അത്രയ്ക്ക് വിശാലമായ ഒരു ഏരിയയാണ് പ്രബോധന രംഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ വെറുതെ ഇൻ്റർനെറ്റിലും മറ്റും നമ്മൾ അഭിരമിക്കാതെ ഈ ദഅവ പ്രവർത്തനങ്ങളോടൊപ്പം നമ്മൾ മുന്നോട്ട് വരിക. ഏത് സമയത്ത് അള്ളാഹു തിരിച്ചു വിളിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സമാധാനത്തോടു കൂടി ലോകത്ത് നമുക്ക് വിട പറയാൻ കഴിയണം. അതിന് അള്ളാഹു എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും സമയം വളരെ സാഹൂദം ഇത് കേട്ടുനിന്ന ഈ നാട്ടിലെല്ലാ നല്ലവരായ നാട്ടുകാർക്കും പ്രത്യേകം ഞാൻ വ്യക്തിപരമായി തന്നെ നന്ദി പറയുകയാണ്. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളായ ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ അള്ളാഹു സമ്പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളോട് വിട പറഞ്ഞു പോയ നമ്മുടെ കുടുംബങ്ങളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, മരണപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ അവരുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിപ്പിച്ച് ചേർക്കുമാറാകട്ടെ. അതുപോലെ തന്നെ പശ്ചിമേഷ്യയിലെ യുദ്ധം കാരണം ഒരുപാട് ആളുകൾക്ക് നാട്ടിലേക്ക് വന്ന് തിരിച്ചു പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അവർ ജോലിക്ക് പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയുണ്ടായ പ്രശ്നം കാരണം ഇന്ന് നമ്മുടെ നാട്ടിൽ വിലക്കയറ്റമുണ്ട്, ഗ്യാസിന് വില കൂടിയിട്ടുണ്ട്, ഇനി പെട്രോളിന് വില കയറാനിരിക്കുകയാണ്. അങ്ങനെ ജീവിതം ദുസ്സഹമായി കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പേരിലുള്ള ബുദ്ധിമുട്ടുകൾ വരാനിരിക്കുകയാണ്. അതിൻ്റെ എല്ലാ കെടുതികളിൽ നിന്നും അള്ളാഹു നമ്മെല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ.
നമ്മുടെ നാട്ടിൽ വർഗീയതയില്ലാത്ത സമാധാനപൂർവമായ നല്ലൊരു ജീവിതം നയിക്കാനുള്ള ഒരു അന്തരീക്ഷം അള്ളാഹു ഉണ്ടാക്കുമാറാകട്ടെ. ഇവിടെ ഹിന്ദുവുണ്ട്, മുസ്ലിമുണ്ട്, ക്രിസ്ത്യനുണ്ട്, മതമുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. അതൊക്കെ അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കട്ടെ. പക്ഷേ മനുഷ്യർ എന്ന നിലക്ക് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടവരാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറ ഉണ്ടാക്കേണ്ടവരല്ല, വർഗീയത വിദ്വേഷം ഉണ്ടാക്കേണ്ടവരല്ല. കാരണം ഈ നാട് നിലനിന്നെങ്കിൽ മാത്രമേ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കുകയുള്ളൂ. ഈ വാടാനപ്പള്ളിയിൽ അങ്ങാടിയിൽ ഈ കച്ചവട കാര്യങ്ങൾ നടക്കണമെങ്കിൽ സമാധാനമുള്ള ഒരു നാട് വേണം. ഇവിടെ എന്നും കർഫ്യൂം, നായാട്ടും, കച്ചറി, അക്രമവും, ടയർ കത്തിക്കലും, റോഡ് ബ്ലോക്കാക്കലും, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരി തിരിഞ്ഞ് പോരാടലുമാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ നാടിൻ്റെ അവസ്ഥ? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ആശയങ്ങളൊക്കെ നമ്മൾ പറയാം, അതനുസരിച്ച് ജീവിക്കാം. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും വൈരം വെച്ച് പുലർത്തുന്ന, വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്ന, ഒരു സമുദായം മറ്റൊരു സമുദായത്തെ മോശമായി ചിത്രീകരിക്കുന്ന, ഏതെങ്കിലും ഒരു ജില്ലയിൽ പോയാൽ അത് ശ്വാസം മുട്ടുന്ന ജില്ലയാണ്, അങ്ങോട്ട് കടക്കാൻ കഴിയില്ല എന്നൊക്കെ മലപ്പുറം ജില്ലയെ പറ്റിയൊക്കെ പലരും പറയാറുണ്ട്. അതിനൊന്നും ഒരിക്കലും നമ്മൾ ലൈക്കടിക്കരുത്. അങ്ങനെയുള്ള വഴികളിലൂടെ നമ്മൾ യാത്ര ചെയ്യരുത്. നമുക്ക് നിർഭയത്വമുള്ള അവസ്ഥ വേണം. ഇനി ഗവൺമെൻറ്റും ആര് ഭരിക്കുകയാണെങ്കിലും ആ ഭരണകൂടങ്ങളൊക്കെ ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കുന്നതോടൊപ്പം അത് ഉപയോഗിക്കാനുള്ള മനുഷ്യന്മാർക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള നല്ലൊരു സാമൂഹ്യ അന്തരീക്ഷം കൂടി കേരളത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ അവരെല്ലാവരും പരിശ്രമിക്കണം. അങ്ങനെയുള്ള നല്ല ഒരു ജീവിത സാഹചര്യം അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا اصرف عنا عذاب جهنم إن عذابها كان غراما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين يا أرحم الراحمين.